Hello students, good evening. How are you? അപ്പോൾ Prepwise-ന്റെ മറ്റൊരു ലൈവ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൊമൈൻ ടെസ്റ്റിലെ പ്രധാനപ്പെട്ട സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സയൻസ് സ്ട്രീമിലെ പ്രധാനപ്പെട്ട വൺ ഓഫ് ദ മെയിൻ സബ്ജക്റ്റ് ആണ് ഫിസിക്സ്. സോ ആ ഫിസിക്സിൻ്റെ ഡൊമൈൻസ് ടെസ്റ്റിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. സോ ഓക്കെ, നമുക്കറിയാം CUET ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് വിവിധങ്ങളായ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ നേടണമെങ്കിൽ CUET ഒരു അനിവാര്യ ഘടകമാണ്. CUET ക്രാക്ക് ചെയ്തിരിക്കണം. സോ അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് Prepwise ലേണിംഗ് ആപ്പ് സോ അതിൻ്റെ എല്ലാവിധ സജ്ജീകരണങ്ങളോടെയും CUET-യുടെ ക്രാഷ് കോഴ്സ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, താല്പര്യമുള്ളവർ സോ അതുമായി ബന്ധപ്പെടുക, Prepwise-ന്റെ ടീമുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ കാര്യത്തിലേക്ക് കടക്കാൻ പോവാണ്. സോ ഫിസിക്സ് ഡൊമൈൻ ടെസ്റ്റിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്, അതായത് ഒരു ലൈവ് സീരീസ് ആണ് ലൈവ് സെഷൻ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ ഓരോ ക്വസ്റ്റ്യനും 1 by 1 ആയിട്ട് ചെയ്തു പോകും. അതിൻ്റെ കൂടെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. കഴിവതും ഒരു പെന്നും പേപ്പറും കയ്യിൽ കരുതുക. കുറഞ്ഞ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. സോ അപ്പം നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 identical pendulums A and B are suspended from the same point. Both are given a positive charge, with A having more charge than B. They diverge and reach equilibrium with the string of pendulums A and B, making an angle θ1 and θ2 with the vertical respectively. Then കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. 2 ഐഡന്റിക്കൽ പെൻഡുലംസ് അവർക്ക് പേര് കൊടുത്തു A and B. അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ബോത്ത് ആർ ഗിവൺ എ പോസിറ്റീവ് ചാർജ്. 2 പെൻഡുലംസിനും പോസിറ്റീവ് ചാർജ് നൽകപ്പെട്ടിട്ടുണ്ട്. A has the maximum charge. A has the more charge. Charge on A ഞാൻ QA എന്ന് എടുക്കുന്നു. ചാർജ് ഓൺ B QB എന്ന് എടുക്കുകയാണെങ്കിൽ QA is greater than QB. They diverge and reaches the equilibrium. ആക്ച്വലി നമ്മൾ അതിന് ഒരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? 2 ചാർജ്ഡ് പെൻഡുലം A and B, 2 ചാർജ്ഡ് പെൻഡുലം. It has the charge QA, it has the charge QB. So it reaches the equilibrium with θ1 here and θ2 is here. That means vertical പ്ലെയിനുമായിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനുമായിട്ട് θ1 ആംഗിളിലാണ് A പെൻഡുലം ഉള്ളത്, θ2 ആംഗിളിലാണ് B പെൻഡുലം ഉള്ളത്. സോ ബേസിക്കലി ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു തീറ്റ, ആംഗിൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഹിയർ θ1 ഈസ് ഗ്രേറ്റർ ദാൻ, ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? θ1 ഈസ് ഗ്രേറ്റർ ദാൻ θ2. ദെൻ θ1 ഈസ് ലെസ് ദാൻ θ2, θ1 ഈസ് ഈക്വൽ ടു θ2. ദ ടെൻഷൻ ഇൻ A ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ B. 4 ഓപ്ഷൻസ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ 2 ബോഡിയും ചാർജ്ഡ് ആണ്. ഫസ്റ്റ് ബോഡി A ബോഡി QA ചാർജ്ഡ്, QB ചാർജ്ഡ് ആണ് B ബോഡി. സോ QA ഈസ് ഗ്രേറ്റർ ദാൻ QB. അത് പറഞ്ഞിട്ട് അത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പോയിന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ കൊടുത്തത്. സോ ഇവിടെ നമ്മൾക്കറിയാം ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ഉണ്ടാവും. കാരണം 2 പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടാവും, സ്വാഭാവികമാണ്. സോ അറ്റ് മാക്സിമം പോയിന്റിൽ ഇത് ഇക്വിലിബ്രിയത്തിലാണ്, ഇനി ഫർദർ മോഷൻ ഇല്ല എന്ന് പറഞ്ഞു. സോ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ദാറ്റ് ഈസ് FAB. ഐ എം റൈറ്റിംഗ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ദാറ്റ് ഈസ് FBA. വാട്ട് അബൌട്ട് FAB ആൻഡ് FBA?
രണ്ട് കേസിലും എഫ് എ ബിയും എഫ് ബി യും സെയിം ആയിരിക്കും അല്ലേ? ചാർജ് എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും മാഗ്നിറ്റ്യൂഡ് രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ രണ്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരേ ഫോഴ്സ് ആണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ആംഗുലാർ സെപ്പറേഷൻ വിത്ത് വെർട്ടിക്കൽ മസ്റ്റ് ബി സെയിം. സോ വി ക്യാൻ ചൂസ് ഓപ്ഷൻ സി. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം θ1 ഉം θ2 ഉം സെയിം ആണ്. ഫോഴ്സ് രണ്ട് ചാർജും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ് പറഞ്ഞത്? എഫ് ഇസ് ഈക്വൽ ടു കെ Q1 Q2 ബൈ ആർ സ്ക്വയർ എന്നാണ് പഠിച്ചത് അല്ലേ? Q1 ഉം Q2 ഉം ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഫോഴ്സ് സെയിം ആണ്. സോ എ കാരണം ബിയിലുള്ള ഫോഴ്സും ബി കാരണം എയിലുള്ള ഫോഴ്സും സെയിം ആണെങ്കിൽ അവർ രണ്ടുപേരും ഒരേ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരേ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഡെഫിനറ്റ്ലി നമുക്ക് ഓപ്റ്റ് ചെയ്യാം θ1 വിൽ ബി ഈക്വൽ ടു θ2. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. When a charged conductor is placed near another conductor which is connected to ground, its potential. Very simple and something different question. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും നമ്മളെ പിന്നോട്ടടിപ്പിക്കാറ്. ഏത് രീതിയിൽ? നമ്മുടെ മാർക്കിൽ നമ്മൾ പിന്നിൽ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാർ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എടുത്ത് ഇക്വേഷൻ നമുക്ക് അറിയായിരിക്കും. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മോർ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ പലപ്പോഴും കുഴപ്പിക്കാറ്. അതായത് നമ്മൾ കരുതും അത് നമ്മൾ ഓപ്റ്റ് ചെയ്തത് ശരിയായ ഓപ്ഷനാണ്. പക്ഷേ ഒരു പക്ഷേയല്ല, പലപ്പോഴും നമ്മളോട് തെറ്റി പറ്റി പോവാറുണ്ട്. ശ്രദ്ധിക്കണം. ഒരു ചാർജഡ് കണ്ടക്ടർ ഞാൻ എടുക്കുന്ന ഒരു ചാർജഡ് കണ്ടക്ടർ അല്ലേ? ഇതിന്റെ ചാർജ് Q ചാർജ് ആണ്. സോ ഇറ്റ് ഈസ് പ്ലേസിംഗ് നിയർ ടു അനദർ കണ്ടക്ടർ. വേറൊരു കണ്ടക്ടറിന്റെ അടുത്ത് കൊണ്ടുവെക്കുന്നു. ഈ കണ്ടക്ടറിന്റെ പ്രത്യേകത എന്താ? വിച്ച് ഇസ് ഗ്രൗണ്ടഡ്. ആ കണ്ടക്ടർ ഗ്രൗണ്ടഡ് ആണ്. സോ വാട്ട് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എന്നാ ചോദിച്ചത്. സോ വെൻ എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് നിയർ ടു അനദർ കണ്ടക്ടർ, then its potential always increases, first option, always decreases, second option, may increases or decreases, remain same. What will happen? ഒരു ചാർജ്ഡ് കണ്ടക്ടർ പ്ലേസ്ഡ് നിയർ ടു അനദർ കണ്ടക്ടർ വിച്ച് ഇസ് കണക്റ്റഡ് ടു ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത വേറൊരു ചാർജ്. സോ പ്ലേസ്ഡ് നിയർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നത്തിങ്, വേറൊരു കാര്യവും പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ഇറ്റ്സ് പൊട്ടൻഷ്യൽ എന്തെങ്കിലും മാറ്റം വരൂ, അതിന്റെ പൊട്ടൻഷ്യൽ എന്തെങ്കിലും മാറ്റം വരൂ. സോ പൊട്ടൻഷ്യലിന് മാറ്റം വരണമെങ്കിൽ ഇതിന്റെ മുകളിലുള്ള ചാർജിന്റെ എമൗണ്ടിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കണം. സോ ഇത് പ്ലേസ്ഡ് നിയർ എന്നാ പറഞ്ഞിട്ടുള്ളത്, കോണ്ടാക്റ്റിൽ വന്നിട്ടില്ല. സോ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ കണ്ടക്ടറിലാണെങ്കിൽ, ഈ കണ്ടക്ടറിൽ Q ചാർജ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ -Q ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും അല്ലെ? ഇൻഡക്ഷൻ ചാർജ് അല്ലേ? ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചാണ്, ചാർജിങ് ബൈ ഇൻഡക്ഷൻ നമുക്ക് അറിയാവുന്നതാണ്. സോ ഇത് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഗ്രൗണ്ടിങ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിന്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഈ ചാർജ് ഡിസ്ചാർജ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യപ്പെടും അല്ലെ? ഗ്രൗണ്ടിങ് ആകുമ്പോൾ. സോ അഗൈൻ പൊട്ടൻഷ്യൽ എപ്പോഴും 0 ആയിരിക്കും. സോ ഈ കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ടിങ് ആയതുകൊണ്ട് ഓൾവേസ് പൊട്ടൻഷ്യൽ 0. Then what about this conductor? ഈ കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ കൂടുകയോ കുറയോ ചെയ്യോ? ഇല്ല. അവിടെയുള്ള ചാർജിന് വല്ലതും സംഭവിക്കുന്നുണ്ടോ? നത്തിങ് ഹാപ്പൻസ് അല്ലേ? അവിടെയുള്ള ചാർജിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം അവിടെ പൊട്ടൻഷ്യൽ കൂടാനോ കുറയാനോ സാധ്യതയില്ല എന്ന് പറയാൻ പറ്റുമോ? ചിന്തിക്കണം. യെസ്, we can say there is no change in the charge on that conductor. ഈ കണ്ടക്ടറിലാണെങ്കിലോ എന്താ സംഭവിക്കുക? ഓൾവേസ് ചാർജ് ഡിസ്ചാർജ് ചെയ്യപ്പെടും. എത്രത്തോളം ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നോ അത്രത്തോളം ചാർജ് ഡിസ്ചാർജ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യപ്പെടും. അപ്പോൾ പൊട്ടൻഷ്യൽ എത്ര വന്നു കഴിഞ്ഞാലും അതിങ്ങനെ ഓൾവേസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഗ്രൗണ്ടഡ് കണ്ടക്ടർ ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? പൊട്ടൻഷ്യൽ ഓൾവേസ് 0. ദാറ്റ് മീൻസ് കൂടുന്നതിനനുസരിച്ച് കുറയുന്നു, ഓൾവേസ് ഡിക്രീസിങ് എന്ന് പറയാം. പക്ഷേ ഈ ഗ്രൗണ്ടഡ് അല്ലാത്ത അടുത്ത് കൊണ്ടുവച്ച കണ്ടക്ടറിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? നത്തിങ്. സോ വി ക്യാൻ സേ ഈ ചാർജ്ഡ് കണ്ടക്ടറിലെ ചാർജിന് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. സോ അതിന്റെ പൊട്ടൻഷ്യലിൽ യാതൊരു മാറ്റവും വരില്ല. ഓപ്ഷൻ ഡി വിൽ ബി റൈറ്റ്.
നല്ലോണം ചിന്തിക്കണം. ഓരോ പോയിന്റ്സ് മൈന്യൂട്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. Then third question. A charge is moved from A to B. A charge is moved from a point A to B. A യിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്നു. So work done to move unit charge during this process is called. ഇത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് പഠിച്ച കാര്യമാണ്. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്ന ചാർജിന്, ഒരു ചാർജ് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ചാർജ് മൂവ് ചെയ്യാൻ വേണ്ട വർക്ക് ഡൺ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ അപ്പോൾ ഒരു യൂണിറ്റ് ചാർജ് മൂവ് ചെയ്യിക്കാനുള്ള വർക്ക് ഡൺ നമ്മൾ വിളിച്ചിട്ടുണ്ടെന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ നമുക്ക് പറയാം, ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ ഒരു യൂണിറ്റ് ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, ആ ഒരു എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. PD is equal to delta U by or delta W by charge. So ഏത് ഓപ്ഷൻ ആണ്? സോ പൊട്ടൻഷ്യൽ അറ്റ് എ അങ്ങനെ പറയാൻ പറ്റില്ല, പൊട്ടൻഷ്യൽ അറ്റ് ബി പറയാൻ പറ്റില്ല. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്. ഇഫ് an electron, അടുത്ത ക്വസ്റ്റ്യൻ, if an electron of velocity is 2I plus 4j, velocity of electron എന്താണ്? 2I plus 4j ആണ്. യെസ്. is subjected to magnetic field of 4k, then for the electron speed will change, path will change, velocity is constant, momentum is constant. So ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞു k ഡയറക്ഷനിലാണ്, 4k. that means magnetic field along z direction. So then velocity of motion or velocity of electron, that is path of motion of electron in the direction I plus j എന്നുള്ള ഡയറക്ഷനിലാണ് വരിക, 2I plus 4j എന്നുള്ള ഡയറക്ഷനിലാണ് വരിക. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പേഴ്സ് നമ്മൾ വെറുതെ കൺഫ്യൂസ് ചെയ്യിക്കാനും നമ്മളെ സമയം നഷ്ടപ്പെടുത്താനും വേണ്ടിയുള്ള നമ്പേഴ്സാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ എക്സ്പീരിയൻസ്? ഇറ്റ് എക്സ്പീരിയൻസ് ഫോഴ്സസ് അല്ലേ? ഇതൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എപ്പോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു QVB sin theta. So if theta equal to 0, that means velocity of the particle and direction of magnetic field parallel ആണെങ്കിൽ theta 0 എന്ന് പറയാം. ഇനി ആന്റി പാരലൽ ആണെങ്കിലും നമുക്ക് പറയാം theta 180 ആണ്. അപ്പോൾ theta 180 ആവുന്ന കേസിലും അല്ലേ motion of the particle, charge particle parallel to the direction of magnetic field ആണെങ്കിലും anti parallel to the direction of magnetic field ആണെങ്കിലും there will no any force on the charge due to the magnetic field. magnetic field കാരണം ഒരു ഫോഴ്സും അവിടെ ഉണ്ടാവില്ല, അത് നമുക്കറിയാം. ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ പാരലൽ കേസ് അല്ല, ഇവിടെ k ആണ് ഡയറക്ഷൻ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ k ആണ്. ദെൻ മോഷൻ ഓഫ് ചാർജ് എന്താണ്? I plus 2I plus 4j എന്നുള്ള രീതിയിലാണ് വെലോസിറ്റി വരുന്നത്. അപ്പോൾ ഒരിക്കലും പാരലലും അല്ല ആന്റി പാരലലും അല്ല. പാരലൽ ആണെങ്കിൽ സെയിം k തന്നെ വരണമായിരുന്നു, ആന്റി പാരലൽ ആണെങ്കിൽ -k വേണം. സോ ആന്റി പാരലലും അല്ല പാരലലും അല്ല. സോ ഇറ്റ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് വരുമ്പം അത് എക്സ്പീരിയൻസ് ചെയ്യും, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എന്തൊക്കെയാണ് ആ കേസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുക? നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മനസ്സിലാക്കേണ്ടത്, സ്പീഡ് വിൽ നോട്ട് ചേഞ്ച്. ഒരു കാരണവശാലും സ്പീഡ് മാറില്ല. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു എക്സ്റ്റേണൽ ചാർജ് വന്നു കഴിഞ്ഞാൽ അയാളുടെ സ്പീഡ് മാറില്ല, അയാളുടെ ഡയറക്ഷൻ മാത്രമേ മാറുള്ളൂ. സോ ദാറ്റ് മീൻസ് വെലോസിറ്റി ചേഞ്ച് ചെയ്യും, വെലോസിറ്റി ചേഞ്ച് ചെയ്യും. സ്പീഡ് എന്താണ്? സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി ഡിഫറെന്റ്. ദാറ്റ് മീൻസ് ഡയറക്ഷൻ മാറുന്നത് കൊണ്ടാണ് നമ്മൾ വെലോസിറ്റി ഡിഫറെന്റ് എന്ന് പറയുന്നത്. വെലോസിറ്റി വിൽ ബി ഡിഫറെന്റ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഓൾവേസ് സെയിം. Then what happens? അയാളുടെ പാത്ത് ചേഞ്ച് ചെയ്യും.
ഇനീഷ്യൽ പാത്തിലായിരിക്കില്ല പിന്നെ അവർ മൂവ് ചെയ്യുക, അയാളുടെ പാത്ത് ചേഞ്ച് ചെയ്യും. ഒരു പക്ഷേ സർക്കുലർ മോഷനിലോ ഹെലിക്കൽ മോഷനിലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് കേസിലാണ്? പെർപെൻഡിക്കുലർ കേസിലാണെങ്കിൽ സർക്കുലർ മോഷൻ ആയിരിക്കും, നോൺ പെർപെൻഡിക്കുലർ കേസിലാണെങ്കിൽ ഹെലിക്കൽ ഷേപ്പ് ആയിരിക്കും, ഒരു സ്പൈറൽ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ നമുക്കറിയാം ഇത് പെർപെൻഡിക്കുലറും അല്ല പാരലലും അല്ല, അതുകൊണ്ട് തന്നെ ഇതൊരു സ്പൈറൽ ഷേപ്പിലാണ് ഈ ചാർജ് മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് പറയാം പാത്ത് ചേഞ്ച് ചെയ്യും. സ്പീഡ് ഓപ്ഷൻസ് നോക്കി നോക്കുക. സ്പീഡ് വിൽ ചേഞ്ച്, സ്പീഡ് വിൽ നോട്ട് ചേഞ്ച്. സോ ഈ ഓപ്ഷൻ വരില്ല. സോ പാത്ത് വിൽ ചേഞ്ച്, പാത്ത് ഡെഫിനറ്റ്ലി പാത്ത് ചേഞ്ച് ചെയ്യും. സോ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് എന്നാണ് പറഞ്ഞത്. വെലോസിറ്റി ഈസ് ഡിഫറെൻറ്റ് ബിക്കോസ് direction is changing, that means velocity is getting different. So momentum is constant എന്ന് പറഞ്ഞത് momentum ഒരിക്കലും constant ആവില്ല. കാരണം എന്താ? Direction of velocity is changing, that means velocity is changing, so momentum will be changes. Option B will be right. Okay, yes. Adutha question. In the magnetic meridian of a certain place, the horizontal component of earth magnetic field is 0.25 Gauss and dip angle is 60 degree. It is ഇതിനെ നമ്മൾ 60 ഡിഗ്രി ആയിട്ട് പരിഗണിക്കണം. 60 degree. Okay, the magnetic field of earth at this location is, നമ്മൾ മനസ്സിലാക്കണം മാഗ്നറ്റിക് ഫീൽഡ് എർത്തിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ ഏത് കേസ് ആണെങ്കിലും ഒരു വെക്ടർ ആണെങ്കിൽ നമ്മൾ അതിനെ റിസോൾവ് ചെയ്യാറുണ്ട്, വെർട്ടിക്കൽ കമ്പോണന്റും അതേപോലെ ഹൊറിസോണ്ടൽ കമ്പോണന്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒരു എർത്ത് മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ BE എന്ന് കൊടുത്തു. സോ B എന്ന് കൊടുത്തു. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്തിന് ഞാൻ B എന്ന് കൊടുത്തു. So it has a vertical component. So I am writing BV here. So it will has a horizontal component BH. I am writing BH horizontal. So the angular difference between original magnetic field and horizontal of the earth will denoted as theta, or sometimes it is denoted as eta. It is called angle of dip or dip angle. Angle of dip or dip angle. What about BH? Magnitude of BH will be, from the graph I can say magnitude of BH will be B cos eta. B cos eta. So here, from here I can say നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ BH ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ആംഗിൾ ഓഫ് ഡിപ്പ് തന്നിട്ടുണ്ട്. സോ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാലോ. സോ BH by cos eta. സോ BH എത്രയാണ്? BH എത്രയാണ് പറയുന്നുണ്ടല്ലേ? 0.25 cos 90 cos 60 degree. Cos 60 degree will be 1/2. So we are getting 0.50 Gauss, where Gauss is the unit of magnetic field. Magnetic field in the unit ആണ് the Gauss. നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ +2 ന് മെയിൻ ആയിട്ട് പഠിക്കുന്ന യൂണിറ്റ് എന്താ? ടെസ്ലയാണ്. ടെസ്ലയും ഗോസും തമ്മിലുള്ള റിലേഷൻ എന്താ? 1 Gauss is equal to 10⁻⁻⁴ ടെസ്ലയാണ്. സോ ഇത് ഓർത്ത് വെക്കണം. 1 Gauss is equal to 10⁻⁴ ടെസ്ലയാണ്. സോ തൽക്കാലം നമുക്ക് അതൊന്നും ഇവിടെ ആവശ്യമില്ല. നമ്മൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. ഹൊറിസോണ്ടൽ കമ്പോണന്റ് 0.25 ആണെങ്കിൽ it will, so original magnetic field at the location will be, earth magnetic field at the location will be 0.50 Gauss ആയിരിക്കും. So option A is right. Okay, yes. Another question. A circular coil of n turns is kept in a uniform magnetic field such that the plane of coil is perpendicular to the field. The magnetic flux associated with the coil is phi. Now the coil is opened and made into another circular coil of twice the radius of the previous coil and kept in the same field such that the plane of coil is perpendicular to the field. Then magnetic flux associated with this coil now is, നമുക്കറിയാം ഏത് ഫീൽഡ് ആണെങ്കിലും, ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലും, സോ ഫ്ലക്സ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? സോ മാഗ്നറ്റിക് ഫ്ലക്സിനെ നമുക്ക് എന്താ പറയാം? phi b which is equal to integral B dot ds. That means area where S is the area. So ഇവിടെ നമുക്കറിയാം പെർപെൻഡിക്കുലർ കേസ് ആണ് പറയുന്നത്. പെർപെൻഡിക്കുലർ കേസ് ആണെങ്കിൽ phi is simply equal to B into area. B into area.
പെർപെൻഡിക്കുലർ കേസ് ആണെങ്കിൽ ബി ഡോട്ടിന്റെ കേസ് ആവശ്യം വരുന്നില്ല. സോ ഡോട്ട് പ്രൊഡക്റ്റ് അവിടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? കോസ് തീറ്റ കോസ് 90 ആണ് വരിക, കോസ് 91 ആണ്. സോ ബി ഇൻറ്റു എസ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇനീഷ്യലി കോയിലിന്റെ റേഡിയസ് എന്താ ചെയ്യുന്നത്? ഇനീഷ്യലി കോയിലിന്റെ റേഡിയസ് ഡബിൾ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഏരിയ കൂടും അല്ലേ? സ്വാഭാവികമായിട്ടും അതിന്റെ ഏരിയയും കൂടും. ക്ലിയർ ആണല്ലോ? ഇനീഷ്യലി കോയിലിന്റെ റേഡിയസ് ഡബിൾ ആണെങ്കിൽ ഇനീഷ്യലി ഐ എം ടേക്കിംഗ് 5-1. ഇറ്റ് ഈസ് ബി ഇൻറ്റു S1. ഐ എം ടേക്കിംഗ് ബി ഇൻറ്റു എസ്. ഓക്കെ. ദെൻ സെക്കൻഡ് കേസിൽ മാഗ്നറ്റിക് ഫ്ലക്സ് സെക്കൻഡ് 5-2 B into S2 എന്നുണ്ട്. So what about S2? S2 will be what happens? ഇവിടെ ഓപ്ഷൻസിൽ I have some confusion with option. So നമുക്ക് നോക്കാം. So ഫസ്റ്റ് കേസിലെ 5-1 നമ്മൾ പറഞ്ഞു BS1 ആണ്. Then സെക്കൻഡ് കേസിലെ 5-2 നമ്മൾ നോക്കുക. So സെക്കൻഡ് കേസിൽ what about the circular area? ഫസ്റ്റ് കേസിൽ S1 ഞാൻ പൈ ആർ സ്ക്വയർ എന്ന് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് കേസിൽ S2 എന്തായിരിക്കും? പൈ ഇൻറ്റു അല്ലേ, ട്വൈസ് ചെയ്യുന്നു, ഡബിൾ ചെയ്യുന്നു. സോ 4r സ്ക്വയർ വരും. സോ 5-2 വിൽ ബി 4 ഇൻറ്റു B ഇൻറ്റു S1 എന്ന് എഴുതാം. സോ 4 ടൈംസ് ദി മാഗ്നറ്റിക് ഫ്ലക്സ്. ഇനീഷ്യൽ ഫ്ലക്സിനേക്കാളും 4 മടങ്ങായിരിക്കും. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4/5 എന്നുള്ളത് 4 ഇൻറ്റു 5 ആണ് ഓപ്ഷൻ ഉദ്ദേശിച്ചത്. സോ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം 4 ഇൻറ്റു 5. സോ ഓപ്ഷൻ സി മേ ബി റൈറ്റ്. 4/5 അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, 4 ഇൻറ്റു 5 ആണ്. സോ അപ്പൊ നമുക്ക് പറയാം ഓപ്ഷനിൽ ഏകദേശം ആ ഒരു ഓപ്ഷനുമായിട്ട് റിലേഷൻ, നമ്മൾ ആൻസറുമായിട്ട് റിലേറ്റീവ് ആയിട്ട് വരുന്നത് എന്താണ്? 4 ഇൻറ്റു 5 ആണ്. ഓക്കെ, യെസ്, ക്ലിയർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഏരിയ ഫ്ലെക്സ്, അത് ഇലക്ട്രിക് ഫ്ലെക്സ് ആണെങ്കിലും മാഗ്നറ്റിക് ഫ്ലെക്സ് ആണെങ്കിലും ഏരിയക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ത്? ഫ്ലെക്സ്. സോ ഏരിയ ഡബിൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലെക്സ് ഡബിൾ ആവും. ഏരിയ ഇവിടെ ഡബിൾ അല്ല എന്നത് 4 ടൈംസ് ആവുന്നു. കാരണം എന്താ? റേഡിയസ് ഡബിൾ ചെയ്യുന്നു, അപ്പോൾ ഏരിയ 4 ടൈംസ് ആവും. ബിക്കോസ് പൈ ആർ സ്ക്വയർ ആണെന്ത്? ഏരിയ അല്ലേ, സർക്കുലർ ഏരിയ ആണ് പറയുന്നത്. സോ ക്ലിയർ. ഓക്കെ. പക്ഷെ ഓപ്ഷനിൽ കറക്റ്റ് ഓപ്ഷൻ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഓപ്ഷൻ 4 ഇൻറ്റു പൈ ആയിട്ട് പരിഗണിച്ചു. ഞാൻ ഓപ്ഷൻ സി മാർക്ക് ചെയ്തിട്ടുണ്ട്, സോറി. ഓക്കെ, യെസ്. An alternating voltage E in volt is given by 200√2 sin 100t is connected to 1 μF capacitor through an AC ammeter. The reading of ammeter shall be. അതായത് ഒരു കപ്പാസിറ്റർ അൾട്ടർനേറ്റിംഗ് വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്തു. ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്താണ്? 1 μF ആണ്. 1 μF ആണ്. ഓക്കെ, യെസ്. ദെൻ ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്താണ്? E is equal to 200√2 sin 100t ആണ്. ഓക്കെ. Then what is the reading on ammeter? അമ്മീറ്ററിലുള്ള റീഡിംഗ് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, വോൾട്ട്മീറ്റർ ആവട്ടെ അമ്മീറ്റർ ആവട്ടെ നമ്മൾ റീഡ് ചെയ്യപ്പെടുന്ന വാല്യൂ എന്തായിരിക്കും? RMS വാല്യൂ ആയിരിക്കും. RMS വാല്യൂ ആണ് നമ്മൾ റീഡ് ചെയ്യപ്പെടുക. സോ IRMS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അമ്മീറ്റർ ആണ് വെക്കുന്നത്, സോ IRMSന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ IRMS is nothing but IRMS എന്താണ്? പീക്ക് വാല്യൂ ഓഫ് I ഡിവൈഡഡ് ബൈ √2 ആണെന്ത്? IRMS. സോ ഇവിടെ നമുക്ക് ആദ്യം ആക്ച്വലി ഇതെന്താ വരിക? VRMS ബൈ റെസിസ്റ്റൻസ്. സോ ഹിയർ റെസിസ്റ്റൻസ് ആരാ? കപ്പാസിറ്റീവ് റെസിസ്റ്റൻസ് ആണ്. കാരണം കപ്പാസിറ്റൻസ് ആണ് അവിടെ ഉള്ളത്, റെസിസ്റ്ററും ഇൻഡക്ടറും ഒന്നല്ല. അപ്പൊ കപ്പാസിറ്റർ ആണെങ്കിൽ കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ്. സോ
അതിന് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നോ കപ്പാസിറ്റീവ് റെസിസ്റ്റൻസ് എന്നോ എന്ന് പറയാം അല്ലെ. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് പറയാറ്. സോ VRMS by XC, where XC is the capacitive reactance. നോക്കാം XC എന്തായിരുന്നു. VRMS ഓൾറെഡി നമുക്ക് ഫ്രം ഹിയർ വി ക്യാൻ ഗെറ്റ് V0, that is peak value of voltage എന്താണ് 200√2 ആണ്. Therefore VRMS will be 200√2 by √2, that is 200 ആണെന്ന് മനസ്സിലാവും. ഓക്കെ. Then what about XC? XC എന്തായിരിക്കും 1/C omega, 1/C omega, where omega is given here. Where? Here is the omega t. നമുക്കറിയാം sin omega t എന്നാണ് ഫോർമാറ്റ്. So instead of omega t, here it is given as 100 into t. So omega is equal to 100. Omega എത്രയാണ് 100 hertz ആണ്. So from here I can say 1/C. Instead of C it is 1 mu f, that is 10 raised to minus f into omega എത്രയാണ് 100. So it is 1/10 raised to minus 4, which is equal to 10 raised to 4. It is 10 raised to 4 ആണ്. Okay. Yes. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ RMS വാല്യൂ, അതായത് അമ്മീറ്ററിൽ റീഡ് ചെയ്യപ്പെടുന്ന കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും. VRMS is simply 200. Then capacitive reactance എന്താണ് simply 10 raised to 4 ohm ആണ്. സോ നമ്മൾ ഇത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ സോ നമുക്ക് എല്ലാം അമ്മീറ്ററിൽ മില്ലി ആംബിയറിലാണ് വേണ്ടത്. സോ മില്ലി ആംബിയറിലായതുകൊണ്ട് 10 raised to 3 നമ്മൾ അവിടെ വെക്കുക. സോ ദാറ്റ് ഈസ് 10 raised to minus 3 അവിടെ ഇരിക്കട്ടെ. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബാക്കി എന്താ വരിക 200/10 വരും, ദാറ്റ് ഈസ് 20. സോ 20 milli ampere will be the answer. So that is the RMS value of current which is to be measured, or which is measured by ammeter. അമ്മീറ്ററിൽ മെഷർ ചെയ്യപ്പെടുന്ന വാല്യൂ RMS വാല്യൂ ആണെന്നുള്ള ആ ഒരു സിമ്പിൾ കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ RMS വാല്യൂ കാണണമെങ്കിൽ VRMS by റെസിസ്റ്റൻസ് ആണ്. ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ്. സോ കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് എന്താണ് 1/C omega ആണ്. സോ 1/C omega വരുമ്പോൾ നമുക്കറിയാം സിംപ്ലി. സോ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നു 20 milli ampere. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് ഫോർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിന് മുമ്പ് ഞാൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഒരു സ്കീമാറ്റിക് പിക്ചർ തൽക്കാലം ഞാൻ വരക്കാണ്. സോ ഞാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആകുമ്പം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് മാത്രമല്ല ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും, ഈ 3 ഡയറക്ഷനും എന്തായിരിക്കും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ നമ്മൾ ഇത് ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, സോ നമ്മൾ ഞാൻ ഇവിടെ മുകളിൽ വരച്ച ഗ്രാഫ് സൈനസോയിഡൽ ഗ്രാഫ് ഫോർ ഇലക്ട്രിക് ഫീൽഡും അടിയിൽ മാഗ്നറ്റിക് ഫീൽഡും ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 കേസിലും ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാക്സിമം കിട്ടുന്ന അതേ പോയിന്റിലും അതേ ടൈമിലും തന്നെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെയും മാക്സിമം. ഓക്കെ. ഇലക്ട്രിക് ഫീൽഡിന്റെ മാക്സിമം കിട്ടുന്ന ഏത് പോയിന്റ് ആണോ അതേ പോയിന്റിൽ തന്നെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിനും മാക്സിമം വരിക. പിന്നെ മറ്റൊരു കാര്യം, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. മാത്രമല്ല അത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഈ 3 പോയിന്റ്സ് നമ്മൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ് വായിച്ചു വെക്കുക. ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് അറ്റൈൻ മാക്സിമ ആൻഡ് മിനിമ അറ്റ് സെയിം പ്ലേസസ് ആൻഡ് സെയിം ടൈം. ഇത് ശരിയാണല്ലോ. ഈ ഓപ്ഷൻ, അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്? ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്, ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ്.
സോ അതല്ല നമ്മുടെ ഉത്തരം. സോ ദ എനർജി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഡിവൈഡഡ് ഈക്വലി ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. അതും ശരിയാണ്. കാരണം എന്താ, എനർജി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആണുള്ളത്. സോ രണ്ടിനും ഒരേ സ്ട്രെങ്ത് ആയിരിക്കും. സോ ഈക്വലി ഡിവൈഡ് ചെയ്യും. കാരണം എന്താ, ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്, രണ്ടും മ്യൂച്വലി കോറിലേറ്റഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരാൾ കുറയുമ്പോൾ മറ്റൊരാൾ കുറയും. അപ്പോൾ സെയിം എനർജി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, സെയിം എനർജി ഡെൻസിറ്റി ആയിരിക്കും. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. Both electric and magnetic field vectors are parallel. Never possible. Parallel ആവില്ല, perpendicular ആണ്. So parallel to each other and perpendicular to the direction of propagation. So രണ്ടാമത്തെ ശരിയാണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ്. പക്ഷേ ഫസ്റ്റ് പറഞ്ഞ ഈ പാരലൽ ടു ഈച്ച് അതർ എന്നുള്ളത് റോങ് ആണ്. സോ ഇറ്റ് ഈസ് ദി റോങ് സ്റ്റേറ്റ്മെന്റ്. സോ വി ക്യാൻ ഓപ്റ്റ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആസ് സി. സി എന്താണ്? ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ഡി സ്റ്റേറ്റ്മെന്റ് നോക്കുക. ദീസ് വേവ്സ് ഡു നോട്ട് റിക്വയർ എനി മെറ്റീരിയൽ മീഡിയം. ഇയാൾക്ക് ഡു നോട്ട് റിക്വയർ എനി മെറ്റീരിയൽ മീഡിയം അല്ലെ, മെറ്റീരിയൽ മീഡിയം അവർക്ക് പ്രൊപ്പഗേഷന് വേണ്ടി ആവശ്യമില്ല. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളോട് പറഞ്ഞത് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി വിൽ ബി റൈറ്റ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. ദ ഇമേജ് ഓഫ് അവർ ഫേസ് ഇൻ എ പ്ലെയിൻ മിറർ ഈസ്. നമ്മളെല്ലാം ഡെയിലി കണ്ണാടി നോക്കുന്ന ആൾക്കാരാണ് അല്ലേ. രാവിലെ എണീറ്റ് പല്ല് തേച്ച് നമ്മൾ നേരെ പോവുക കണ്ണാടീൻ്റെ മുമ്പിലേക്ക് അല്ലേ. സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക കണ്ണാടിയെക്കുറിച്ച്, അല്ലെങ്കിൽ പ്ലെയിൻ മിററിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്ലെയിൻ മിററിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇമേജ് ആക്ച്വലി അതെവിടെയാണ്? മിററിൻ്റെ ഉള്ളിലാണ്. സോ മിററിൻ്റെ ബാക്കിൽ നമ്മളൊരു സ്ക്രീന് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൽ ആ ഇമേജ് കിട്ടില്ല. സോ ആക്ച്വലി അതെന്തല്ല, റിയൽ അല്ല, അതൊരു വിർച്വൽ ഇമേജ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഒരു പ്ലെയിൻ മിററിലുള്ള ഇമേജ് എന്താണ്? വിർച്വൽ ഇമേജ് ആണ്. പക്ഷെ വിർച്വൽ ഇമേജ് എന്ന് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. സോ റിയൽ ഇമേജ് അല്ല എന്ന് നമുക്കറിയാം. മാഗ്നിഫൈഡ് ആയിരിക്കും. നമ്മളെ സൈസിനേക്കാളും കൂടുതലായിട്ടാണോ കാണുക? അല്ല. അതേപോലെ നമ്മുടെ സൈസിനേക്കാൾ കുറഞ്ഞതായിട്ടാണ് കാണുക? അല്ല. അതേ സൈസ് തന്നെയാണ് കാണുക. അതുകൊണ്ടാണ് നമ്മൾ കണ്ണാടി നോക്കുന്നത് അല്ലേ. ഓക്കെ, സോ മാഗ്നിഫൈഡ് ആവില്ല, ഡിമിനിഷ്ഡ് ആവില്ല. സോ സെയിം ആസ് ദ സൈസ് ഓഫ് ഒബ്ജക്റ്റ്. അപ്പൊ നമ്മുടെ അതേ ഫേസിന്റെ അതേ സൈസ് തന്നെയാണ് നമ്മൾ എന്തിൽ കാണുന്നത്? പ്ലെയിൻ മിററിൽ കാണുന്നത്. പക്ഷെ ഇതെന്തായിരിക്കും? ഒരു വിർച്വൽ ഇമേജ് ആണ്. അപ്പൊ നമ്മൾ വിർച്വൽ ഇമേജ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ആക്ച്വലി അവിടെ ഇമേജ് ഉണ്ട്, പക്ഷെ നമുക്കത് പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല. ആ ഒരു കണ്ണാടിയുടെ ഉള്ളിലാണ് അത് കിടക്കുന്നത്. സോ അതൊരു റിയൽ ഇമേജ് അല്ല, അത് വിർച്വൽ ആണ്. നമുക്കൊരു സ്ക്രീന് വെച്ചിട്ട് അതിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഓപ്ഷൻ ഡി വിൽ ബി റൈറ്റ്. ഓക്കെ, സോ പ്ലെയിൻ മിററിന്റെ കേസിൽ വിർച്വൽ ആൻഡ് സെയിം സൈസ് ആണ് വരിക. സെയിം സൈസ് ആണ് നമ്മൾ ഓപ്ഷനിൽ ഉള്ളത്, വിർച്വൽ എന്നുള്ള ഓപ്ഷൻ ഇല്ല. സോ അത് വിട്ടേക്ക്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി വിൽ ബി റൈറ്റ് ഫോർ ദ ക്വസ്റ്റ്യൻ. സോ അടുത്ത ക്വസ്റ്റ്യൻ, യങ്സ് ഡബിൾ സ്ലിറ്റ് ഫസ്റ്റ് ഇയറിലായിരുന്നു അല്ലേ. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഈസ് carried out by using green, red and blue lights. Okay, Young's double slit experiment is carried out by using green, red and blue light, one color at a time. The fringe width recorded are beta G, beta R, beta B and respectively. Then ഇവിടെ ഫ്രിഞ്ച് വിഡ്ത്ത് അല്ലേ, ഫ്രിഞ്ച് വിഡ്ത്തിനെ നമ്മൾ ബീറ്റ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ബീറ്റ ജി ഫോർ ഗ്രീൻ അല്ലെ, ഗ്രീൻ ലൈറ്റിന് ബീറ്റ ജി ആണ്. ദെൻ ബീറ്റ ആർ ഫോർ റെഡ് ലൈറ്റിന് ബീറ്റ ആർ ആണ്. ദെൻ ബീറ്റ ബി ഫോർ ബ്ലൂ ലൈറ്റിന്. ഓക്കെ, ബീറ്റ ബി ഫോർ ബ്ലൂ ലൈറ്റ്. ഓക്കെ, റൈറ്റ്, ക്ലിയർ. ഓക്കെ, ഈ ഫ്രിഞ്ച് വിഡ്ത്ത് തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? നമുക്കറിയാം ഇവിടെ റെഡ്, ബ്ലൂ, അതേപോലെ ഗ്രീൻ. ആർക്കാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉണ്ടാവുക? റെഡിനാണ്. കാരണം എന്താ? നമ്മൾ എപ്പോഴും ട്രാഫിക് സിഗ്നലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന എന്താണ്? റെഡും ഗ്രീനൊക്കെയാണ്. കാരണം എന്താ? അവരുടെ റെഡിന്റെ വേവ് ലെങ്ത് വളരെ കൂടുതലാണ്. അപ്പൊ എത്ര ദൂരെയുള്ള ആൾക്കും ആ ഒരു കളറ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വിസിബിൾ ആയിരിക്കും. അതുകൊണ്ടാണ്
ട്രാഫിക് സിഗ്നലിൽ സ്റ്റോപ്പ് സിഗ്നലായിട്ട് റെഡ് ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം. ഇത് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. സോ അപ്പം റെഡിനാണ് എപ്പോഴും കൂടുതൽ. സോ അപ്പോൾ എന്ത് കൂടുതൽ? വേവ് ലെങ്ത് കൂടുതൽ. സോ ഐ എം റൈറ്റിംഗ് lambda r is greater than lambda b, is greater than lambda g ആണ് lambda b ലാസ്റ്റ്. ബ്ലൂ ആണ് ഏറ്റവും വിസിബിലിറ്റി കുറഞ്ഞത് അല്ലേ? ഏറ്റവും വിസിബിലിറ്റി കൂടുതൽ റെഡിനാണ്, പിന്നെ പച്ച. അതുകൊണ്ടാണ് നമ്മൾ പച്ച ഉപയോഗിക്കുന്നത് അല്ലേ? പച്ചയും ചുവപ്പും ഒക്കെയാണ് മെയിനായിട്ട് ട്രാഫിക് സിഗ്നലായിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം അതിന് വിസിബിലിറ്റി കൂടുതലാണ് അല്ലേ? വേവ് ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ടാണ് വിസിബിലിറ്റി കൂടുതൽ. സോ വേവ് ലെങ്ത് ഓഫ് റെഡ് ഈസ് ഗ്രേറ്റർ ദാൻ വേവ് ലെങ്ത് ഓഫ് ഗ്രീൻ ആൻഡ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ വേവ് ലെങ്ത് ഓഫ് ബ്ലൂ. പക്ഷേ നമ്മളോട് ചോദിച്ചത് എന്താ? ഫ്രിഞ്ച് വിഡ്ത്തിനെ കുറിച്ചാണ്. ഫ്രിഞ്ച് വിഡ്ത്ത് എന്തായിരുന്നു? ഫ്രിഞ്ച് വിഡ്ത്ത് ആക്ച്വലി ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ ഡി ബൈ ക്യാപിറ്റൽ ഡി ആണ് ഫ്രിഞ്ച് വിഡ്ത്ത്. നമുക്കറിയാം അല്ലേ? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ നമുക്കറിയാം ഫ്രിഞ്ച് വിഡ്ത്ത് വിൽ ബി ലാംഡ ഇൻറ്റു സ്മോൾ ഡി ബൈ ക്യാപിറ്റൽ ഡി, വേർ സ്മോൾ ഡി ഈസ് ദി size of the slit and d is the distance from the slit to the screenum സൈസും സ്ലിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഫ്രിഞ്ച് വിഡ്ത്ത് ലാംഡയായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ റെഡ് ലൈറ്റിന്റെ ലാംഡ കൂടുതലാണ്, വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ റെഡ് ലൈറ്റിന്റെ ഫ്രിഞ്ച് വിഡ്ത്തും കൂടുതലായിരിക്കും. സോ ഐ ക്യാൻ റൈറ്റ് fringe width of red light is greater than fringe width of green light, which is greater than fringe width of blue light. Which option is right? Which option? Okay. Option D will be right. Clear. Okay. Yes. A point source of light is used in അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ. A point source of light is used in a photoelectric effect experiment. Photoelectric effect experimentൽ point source of light ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഉപയോഗിച്ചോട്ടെ. If the source is removed further from the emitting metal, the stopping potential. What do you mean by stopping potential? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണ് ആക്ച്വലി? സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്. സോ അക്കോർഡിംഗ് ടു ഐൻസ്റ്റൈൻസ് ഫോട്ടോഇലക്ട്രിക് ഇഫക്റ്റ്, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ h mu 0 പ്ലസ് കൈനറ്റിക് എനർജി. ഓക്കെ, വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മിനിമം എനർജി ടു റിക്വയർ എമിറ്റിംഗ് ദ ഇലക്ട്രോൺ. സോ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ആ എക്സ്ട്രാ എനർജി കൊണ്ട് മൂവ് ചെയ്യുന്നത്. സോ ഈ കൈനറ്റിക് എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത് അല്ലേ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത് എന്താണ്? ഈ കൈനറ്റിക് എനർജിയാണ്. സോ ഇത് നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിക്കുമ്പം h nu 0 പ്ലസ് EV, where EV is denoted as stopping potential because ആ പൊട്ടൻഷ്യൽ വളരെ ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിൽ ഉണ്ടാവുക. സോ EV ആണ് വരിക. സോ I can write stopping potential as EV. Okay, ഇവിടെ നോക്ക്. ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അല്ലേ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് നത്തിങ് ബട്ട് കൈനറ്റിക് എനർജി. ദാറ്റ് കൈനറ്റിക് എനർജി ഓൺലി ഡിപ്പെൻഡിങ് ഓൺ വാട്ട്? കൈനറ്റിക് എനർജി ഈസ് ഡിപ്പെൻഡിങ് ഓൺ h into mu minus mu 0. Okay, so threshold ഫ്രീക്വൻസിയും ആ ഫ്രീക്വൻസിയും ഇനിഷ്യൽ ഫ്രീക്വൻസിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓൺലി ഡിപ്പെൻഡിങ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. ആ കൈനറ്റിക് എനർജി കിട്ടാനുള്ള കൈനറ്റിക് എനർജി എത്രത്തോളം ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് എത്രത്തോളം ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ആണോ വരുന്നത് എന്നാണ് നോക്കുന്നത്. അതിന്റെ ഇന്റൻസിറ്റിയോ അല്ലെങ്കിൽ അത് എവിടെ നിന്നാ വരുന്നതെന്ന് പോലും നോക്കുന്നില്ല. ഇവിടെ പറഞ്ഞ എന്താ? ആദ്യം പോയിന്റ് സോഴ്സ് വെച്ചു, ഇതിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കുകയാണ്. ഓക്കെ, പിന്നെ ആ പോയിന്റ് സോഴ്സ് റിമൂവ്ഡ് ഫർദർ എന്ന് പറഞ്ഞാൽ എന്താ? ആ മെറ്റലിൽ നിന്ന് കുറച്ച് ദൂരെ കൊണ്ടുവച്ചു. സോ ദൂരെ കൊണ്ടുവച്ചത് കൊണ്ട് അതിന്റെ ഫ്രീക്വൻസിയിൽ യാതൊരു മാറ്റവും വരില്ല
അല്ലേ? സോ ദൂരെ കൊണ്ടുവച്ചതുകൊണ്ട് ഫ്രീക്വൻസിയിൽ യാതൊരു മാറ്റവും വരില്ല. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് യാതൊരു മാറ്റവും വരില്ല. സോ ഇറ്റ് വിൽ നോട്ട് ചേഞ്ച്. സോ ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിൽ റിമൈൻ കോൺസ്റ്റന്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. The particles which can be added to the nucleus of an atom without changing its chemical properties are. ഇതൊരു കെമിക്കൽ ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ വരേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കെമിസ്ട്രി എന്നല്ല, മീൻസ് ആ ഒരു കെമിക്കൽ ആസ്പെക്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, പോസിട്രോൺ കൊടുത്തിട്ടുണ്ട്. 4 ഓപ്ഷൻസ്. നമ്മൾ മനസ്സിലാക്കണം, ഒരു ആറ്റത്തിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? ഒന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്, അതേപോലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള ടെൻഡൻസിയാണ് അത് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ, റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോൺസിന്റെ കൈമാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ദെൻ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സോ ആ ഒരു ആറ്റത്തിന്റെ ഘടന അല്ലെങ്കിൽ ആറ്റത്തിന്റെ നാച്ചർ അല്ലേ? സോ നമ്പർ ഓഫ് പ്രോട്ടോൺ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ആറ്റം തന്നെ മാറും അല്ലേ? കാർബണിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്താ? 6 ആണ്. ഓക്സിജന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്താ? 8 ആണ് അല്ലേ? അപ്പം ഒരു 6 പ്രോട്ടോൺ ഉള്ള ഒരു ന്യൂക്ലിയസ് കണ്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് കാർബണിന്റെ ന്യൂക്ലിയസ് ആണ്. 8 പ്രോട്ടോൺ ഉള്ള ഒരു ന്യൂക്ലിയസ് കണ്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ഓക്സിജന്റെ ന്യൂക്ലിയസ് ആണ്. സോ അപ്പോൾ ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ ആഡ് ചെയ്തിട്ട് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ യാതൊരു മാറ്റവും വരാതിരിക്കണമെങ്കിൽ അത് പ്രോട്ടോൺ ആവാൻ പാടില്ല അല്ലേ? പ്രോട്ടോൺ ആയാൽ ന്യൂക്ലിയസേ മാറി, ആളെ മാറി. ഇനി ഇലക്ട്രോൺ ആണെങ്കിലോ, ഇലക്ട്രോണിനെ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും ഉള്ളിൽ നെഗറ്റീവ് ചാർജ് വരും, സ്വാഭാവികമായിട്ടും പുറത്തുള്ള ഇലക്ട്രോണിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിയാക്ഷൻ വരും. സോ അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ മാറ്റം വരും. സോ ഇലക്ട്രോണും പറ്റില്ല. ഓക്കെ. സോ ദെൻ പോസിട്രോൺ ആണെങ്കിലോ, പോസിട്രോണും പറ്റില്ല, അതും ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് ഇല്ല. ഒരു പോസിട്രോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. സോ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ അവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഇന്റേണൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് നടക്കും. സോ നമുക്കറിയാം ഈ റിയാക്ഷനിലൊക്കെ സംഭവിക്കുന്നതാണ് ഇലക്ട്രോണിന്റെയും അല്ലെങ്കിൽ സോ ആറ്റംസിന്റെ ചാർജ് കാരണമാണ് അല്ലെങ്കിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമാണ് റിയാക്ഷൻ സംഭവിക്കുന്നത്. സോ ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ യാതൊരു മാറ്റവും വരാതിരിക്കണമെങ്കിൽ അവിടെ ഇലക്ട്രോണിനെയോ പ്രോട്ടോണിനെയോ പോസിട്രോണിനെയോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല. ന്യൂട്രോണിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, കാരണം എന്താ? ന്യൂട്രോൺ ഈസ് ന്യൂട്രൽ. ഓക്കെ. സോ അപ്പം നമുക്ക് പറയാം കെമിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാതിരിക്കണമെങ്കിൽ സോ ദാറ്റ് പാർട്ടിക്കിൾ മസ്റ്റ് ബി ന്യൂട്രോൺ അല്ലേ? ന്യൂട്രോൺസിനെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ യാതൊരു മാറ്റവും. സോ കെമിക്കൽ പ്രോപ്പർട്ടി മെയിൻലി ഡിപ്പെൻഡിങ് ഓൺ പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ഓക്കെ. ദ എനർജി ഈക്വലന്റ് ടു 1 kilogram ഓഫ് മാറ്റർ ഇൻ ജൂൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ക സിമ്പിൾ ക്വസ്റ്റ്യൻ. എനർജി ഈക്വലന്റ് ടു 1 kilogram ഓഫ് മാറ്റർ അല്ലേ? 1 kilogram മാറ്ററിൽ എത്ര എനർജി ഉണ്ട് അല്ലേ? നമ്മളിപ്പോൾ 1 kilogram പഞ്ചസാര വാങ്ങി കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര എനർജി ഉണ്ട്? ആക്ച്വൽ എനർജി എത്ര ഉണ്ട് ഇൻ ജൂൾ? ജൂളിൽ പറയണം. സോ നമുക്ക് നോക്കാം എത്ര ഉണ്ട്. സോ നമുക്കറിയാം അക്കോർഡിംഗ് ടു ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ E is equal to mc². സോ ഹിയർ m is the mass of matter, mass of substance. ഇവിടെ തന്നിട്ടുണ്ട് 1 kilogram massed body. So 1 into c². c² എന്ന് പറഞ്ഞാൽ 3 into 10⁸ all square. Approximately I can write 9 into 10⁻16. ഈ വാല്യൂ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ എവിടെയും ഇല്ല. ഇവിടെ 10⁻17, 10⁻11, 10⁻20, 10⁻14 ഈ 4 വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ 10⁻16 എവിടെയും ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഈ 9 ഞാൻ എന്ത് 10 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്താൽ 10 into 10⁻16 എന്ന് എടുക്കാം. സോ ദാറ്റ് മീൻസ് 10⁻17. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഏകദേശം അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 10⁻17 ആണ്. ഓക്കെ. യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. In the energy band diagram of a material shown below. ഒരു എനർജി ബാൻഡ് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. The open circles and filled circles denotes holes and electrons respectively. Open circles, അവിടെയുള്ള ഓപ്പൺ സർക്കിൾസ് എന്താണ്? ഹോൾസ് ആണ്. They are holes. They are
ഇലക്ട്രോൺസ്. ദ മെറ്റീരിയൽ ഈസ് സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫ് തന്നിട്ടുണ്ട്, ഹോൾസും അതേപോലെ ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം എന്താ, ഹോൾസും ഇലക്ട്രോൺസും ഉണ്ടെങ്കിൽ അതെന്താ, സെമി കണ്ടക്ടേഴ്സ് ആണ്. ഇനി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഹോൾസിന്റെ കൺസെപ്റ്റ് അവിടെ വരുന്നില്ല. സോ ഇത് സെമി കണ്ടക്ടർ ആണ്. സെമി കണ്ടക്ടർ ആണെന്ന് പറയുമ്പം ഇൻസുലേറ്റർ അല്ല, മെറ്റൽ അല്ല. സോ സെമി കണ്ടക്ടറിൽ പി ടൈപ്പ് ഉണ്ട്, എൻ ടൈപ്പ് ഉണ്ട്. എപ്പോഴാ പി ടൈപ്പ് എൻ ടൈപ്പും പറയാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് ഹോൾസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനേക്കാളും കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്പർ ഓഫ് ഹോൾസിനേക്കാളും അധികമാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇറ്റ് ഈസ് എ പി ടൈപ്പ് സെമി കണ്ടക്ടർ. കൂടുതൽ ഡീറ്റെയിൽഡ് ആവശ്യമില്ലല്ലോ. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ഗ്രാഫൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ടതായിരിക്കും, ഈ ഒരു ഡയഗ്രം ഒക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ. 2 identical charged spheres are suspended by strings of equal length and the strings make a certain angle with each other. നമ്മൾ പറഞ്ഞതാണ്, when suspended in a liquid of density 400 kilogram per meter cube, the angle between threads remain the same if the density of material of the sphere is 1600, that is 1600 kilogram per meter cube, the dielectric constant of liquid. അതായത് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. സോ രണ്ട് സ്ട്രിങ്സ് ഉണ്ട്. സോ ഈ രണ്ട് സ്ട്രിങ്ങിലും രണ്ട് ചാർജ്ഡ് സ്പേസ് കണക്റ്റഡ് ആണ്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതേപോലെ രണ്ട് സ്ട്രിങ്ങിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ സെയിം ചാർജ് ആണെങ്കിൽ അവർ തമ്മിൽ റിപ്പല് ചെയ്യും, ഒരു ഇക്വിലിബ്രിയം പോയിന്റിൽ റീച്ച് ചെയ്യും. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്, ഇങ്ങനെ കിടക്കും. അപ്പം ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഇവിടെ ഇങ്ങോട്ടായിരിക്കും, ഇവിടെ ഇങ്ങോട്ടായിരിക്കും. സോ അപ്പോൾ മാക്സിമം റിപ്പൽഷൻ നടന്നു, അവരവിടെ കിടന്നു. ഓക്കെ, സോ ഇവിടെ ആംഗിൾ ഓഫ് റിപ്പൽഷൻ വിത്ത് വെർട്ടിക്കൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തീറ്റയും ആയിരിക്കും. കാരണം രണ്ട് കേസിലും ഒരേ വാല്യൂ ആണ് വരിക. സോ വാട്ട് എവർ ദ ചാർജ് ഓൺ ദ സ്പിയേഴ്സ്, സ്പിയേഴ്സിന്റെ മുകളിൽ എത്ര വലിയ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ട് വേരിയേഷൻ വന്നു കഴിഞ്ഞാലും ആംഗിൾ ഓഫ് റിപ്പൽഷൻ ഓഫ് സ്പിയേഴ്സ് എന്തായിരിക്കും? തീറ്റ വിൽ ബി സെയിം ആയിരിക്കും രണ്ട് കേസിലും വിത്ത് ദ വെർട്ടിക്കലുമായിട്ട് ഒരു കേസ് ആയിരിക്കും. സോ നമുക്കറിയാം ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലേ, സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാവും. ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും അലോങ് ദി സ്ട്രിങ് ആണ് ടെൻഷൻ ഉണ്ട്. ഓക്കെ, യെസ്, ഈ ടെൻഷൻ ഇവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ ബാലൻസ് ചെയ്യപ്പെടും. എങ്ങനെ? താഴോട്ടൊരു mg ഉണ്ട് അല്ലേ. ഇവിടെ ഐഡന്റിക്കൽ കേസ് ആണല്ലോ പറഞ്ഞത്, രണ്ടും ഐഡന്റിക്കൽ ബോൾസ് ആണ്, അപ്പൊ രണ്ടും സെയിം മാസ്. താഴോട്ട് mg അല്ലേ, താഴോട്ടുള്ള ഫോഴ്സ് mg. ഓക്കെ, മുകളിലോട്ടുള്ള ഫോഴ്സ് എന്തായിരിക്കും? മുകളിലോട്ടുള്ള ഫോഴ്സ് നമുക്കറിയാം T cos theta വരും. ഹിയർ ഇവിടെയോ T sin theta വരും. ഓക്കെ, T cos theta വരും, T sin theta വരും. സിമിലർലി ഇവിടെയും T cos theta മുകളിൽ, T sin theta ഇങ്ങോട്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത അല്ലേ. സോ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ്, എല്ലാ ഫോഴ്സും ബാലൻസ്ഡ് ആയിരിക്കും, യാതൊരു സംശയവുമില്ല. ക്ലിയർ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇനി ഇതേ സിസ്റ്റം തന്നെ ഒരു ലിക്വിഡിൽ വെച്ച് കഴിഞ്ഞാൽ, ഇതേ സിസ്റ്റം തന്നെ ഒരു ലിക്വിഡിൽ വെക്കുന്നു, ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി എത്രയാണ്? 400 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഇതേ സിസ്റ്റം തന്നെ ഒരു ലിക്വിഡിലേക്ക് മാറ്റിക്കൊണ്ട് വെക്കുന്നു. സോ ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി 400 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ദെൻ പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇവർ തമ്മിലുള്ള ആംഗുലാർ സെപ്പറേഷനിൽ യാതൊരു മാറ്റവും വരുന്നില്ല. ആംഗിൾ ബിറ്റ്വീൻ ദം ആർ സെയിം, ഓർ ദാറ്റ് മീൻസ് അവരുടെ തീറ്റ റിമെയിൻസ് ചേഞ്ച്. ആംഗുലാർ സെപ്പറേഷൻ വിത്ത് ദ വെർട്ടിക്കൽ റിമെയിൻസ് ചേഞ്ച്. സോ ഞാനിത് അടുത്തൊരു ഇവിടെ ഞാൻ മാറ്റി വരക്കാൻ പോവാണ്. സോ ഇവിടെ നമ്മൾ നോക്കുക, യെസ്, ഞാനിവിടെ
ഒന്ന് വെയിറ്റ് ചെയ്യാം. ലിക്വിഡിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളത്. ലിക്വിഡിൽ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതേ സിസ്റ്റം തന്നെ, ബട്ട് ഇൻ എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി 400. ലിക്വിഡിൻ്റെ ഡെൻസിറ്റി 400 ആണ്. സോ ദറ്റ് ഈസ് ഈക്വൽ ടു 400 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദെൻ ബോളിൻ്റെ ഡെൻസിറ്റി പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് ബോൾ? ഡെൻസിറ്റി ഓഫ് സ്പിയർ എന്താണ്? 1600 അല്ലേ? 1600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡെൻസിറ്റിയുള്ള ലിക്വിഡിൽ വെക്കുമ്പം ഇയാൾക്ക് യാതൊരുവിധ ഡിഫ്ലക്ഷനും സംഭവിക്കുന്നില്ല. സെയിം ആംഗുലാർ സെപ്പറേഷൻ തന്നെയാണ്. ഇനീഷ്യലി എങ്ങനെയായിരുന്നോ, എയറിൽ ഇരിക്കുമ്പോൾ എങ്ങനെയായിരുന്നോ ഉള്ളത് അതേമാതിരിക്ക് തന്നെ നിൽക്കുന്നു. സോ ദർ ഈസ് നോ എനി ഫർദർ മോഷൻ. അവിടെ ഒരു ഫർദർ മോഷൻ ഇല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, പ്രധാനമായിട്ടും നമ്മളിവിടെ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യുക. സോ നമ്മൾ നോക്കുക. ഇവിടെ ഞാൻ തീറ്റ, നമ്മൾ നേരത്തെ എടുത്ത കാര്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. തീറ്റ, ഇറ്റ് വിൽ ബി ടി സൈൻ തീറ്റ, ഇറ്റ് വിൽ ബി ടി കോസ് തീറ്റ, ഹിയർ mg, ഹിയർ fe, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ ഒരു മാസിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 4 ഫോഴ്സസ് ആണുള്ളത്. ടി സൈൻ തീറ്റ, ടി കോസ് തീറ്റ, mg ആൻഡ് fe. സോ ടി കോസ് തീറ്റ ആൻഡ് mg balances. So I can write t cos theta is equal to mg. Therefore cos theta equal to mg by t. Okay, yes, clear. Then ഇവിടെ second t sin theta equal to fe. So sin theta equal to what? fe by t. Okay, yes. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ സൈനും കോസും തമ്മിലുള്ള റേഷ്യോ എടുക്കുകയാണെങ്കിൽ ടാൻ തീറ്റ എന്തായിരിക്കും? നമ്മളോട് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കണം. തീറ്റയിൽ മാറ്റമില്ല, ആംഗുലാർ ഡിഫറൻസിൽ മാറ്റമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ തീറ്റയിൽ തന്നെ ചുറ്റി കളിക്കുന്നത്. മറ്റുള്ള മറ്റുള്ള ക്വാണ്ടിറ്റീസിനെ കുറിച്ച് നമുക്ക് കറക്റ്റ് ഐഡിയ ഇല്ലാത്തത് കൊണ്ട്, അല്ലെ, ഫോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ടെൻഷനെ കുറിച്ചോ നമുക്ക് കറക്റ്റ് ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ്. സോ അപ്പൊ നമുക്ക് ടാൻ തീറ്റ വിൽ ബി എഫ് ഇ ബൈ ടി ഡിവൈഡഡ് ബൈ എം ജി. ദാറ്റ് വിൽ ബി എഫ് ഇ ബൈ എം ജി. സോ തീറ്റ റിമെയിൻസ് സെയിം ആണെങ്കിൽ എഫ് ഇ ബൈ എം ജി ഫസ്റ്റ് കേസും എഫ് ഇ ബൈ എം ജി സെക്കൻഡ് കേസും സെയിം ആയിരിക്കുമല്ലോ. സോ ഫസ്റ്റ് കേസിൽ നമുക്ക് എം ജി എഴുതാം, സെക്കൻഡ് കേസിൽ നോക്കേ. സോ എഫ് ഇ ടു എഴുതുന്നു ഞാൻ ബൈ എം ജി എന്ന് എഴുതുന്നതിന് പകരം ലിക്വിഡിലാണുള്ളത്. ലിക്വിഡിൽ ഉണ്ടാകുമ്പം അവിടെ ഒരു ബൊയാൻസി ഫോഴ്സ് ഉണ്ടാവും. അവിടെ ഒരു ബൊയാൻസി ഫോഴ്സ് കാരണം നെറ്റ് വെയിറ്റ് റെഡ്യൂസ് ചെയ്യപ്പെടും, അല്ലേ? നെറ്റ് വെയിറ്റ് കുറയും. ദാറ്റ് വെയിറ്റ് വിൽ ബി ഇവിടെ എം ജി, സോറി, തൽക്കാലം ഞാൻ ഡബ്ല്യു എന്ന് മാത്രം എഴുതുന്നു. സോ അത് നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ, ഇങ്ങോട്ട് മാറ്റി എഴുതുകയാണെങ്കിൽ, സോ നിങ്ങൾ നോക്കുക എഫ് ഇ ബൈ എം ജി. സോ എഫ് ഇ ബൈ എം ജിക്ക് പകരം ഞാൻ എന്ത് എഴുതുന്നു? കെ Q1 Q2 by R square by mg എന്നുള്ളിടത്തിൽ എന്ത് എഴുതുന്നു? മാസ് ഇൻറ്റു ജി, അല്ലേ? മാസിനെ ഞാൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, സോ ഡെൻസിറ്റി ആണ് നമുക്കിവിടെ തന്നത്. അപ്പൊ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് ദ ബോബ്, അല്ലേ? സോ ഡെൻസിറ്റി ഓഫ് ദ സ്പിയർ ഓഫ് ബോബ് ഇൻറ്റു ജി വിച്ച് ഇസ് ഈക്വൽ ടു കെ Q1. ഇവിടെ കെയിൽ യാതൊരു ചെറിയൊരു മാറ്റം വരും. സോ ഇവിടെ ഞാൻ കെക്ക് പകരം 1/4 പൈ എപ്സിലോൺ 0. ഇവിടെയോ 1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു കെ, ദാറ്റ് ഈസ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. Q1ലും Q2ലും യാതൊരു മാറ്റവും വരുന്നില്ല.
by r square whole divided by so weight of the bulb in liquid അല്ലേ ഒരു ബോയൻസി ഫോഴ്സ് ഉണ്ടാവും അപ്പോൾ നെറ്റ് വെയിറ്റ് കുറവായിരിക്കും സോ ആ വെയിറ്റ് എന്തായിരിക്കും ബോബിനേക്കാളും കുറച്ച് കുറവായിരിക്കും സോ ലിക്വിഡിന്റെ ഡെൻസിറ്റി അതിനെ എഫക്ട് ചെയ്യും സോ ഡെൻസിറ്റി ഓഫ് ബോബ് മൈനസ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻടു വോളിയം ഇൻടു ജി ഫ്രം ഹിയർ നമുക്ക് ഇവരെല്ലാവരെയും കട്ട് ചെയ്യാം സോ ആര് ബാക്കി വരും ജി വി ഒക്കെ കട്ട് ചെയ്തു സോ ഫൈനലി നമുക്ക് ആര് ബാക്കി വരും നോക്കണേ യെസ് ഇവിടെ നമുക്ക് ആരൊക്കെയാ ബാക്കി ഉണ്ടാവുക 1 by rho b is equal to 1 by k divided by rho b minus rho l. So from here I can say k is equal to rho b divided by rho b minus rho l. So rho b എന്താണ് 1600 divided by 1600 minus rho l എത്രയാ 400. It is actually simply 16 by 12 എന്ന് വരും അല്ലേ എല്ലാം 2 zeros എല്ലാം ഉണ്ട് അപ്പോൾ 16 by 12 it is 1.33 will the answer for dielectric constant. Little bit complicated ആണ് കുറച്ച് നമ്മൾ കൺസെപ്റ്റും കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ലിക്വിഡിന്റെ പാർട്ടൊക്കെ നമ്മൾ ഒന്ന് ഓർത്ത് നോക്കണം സോ എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ചൊരു ലെങ്തി ന്യൂമറിക്കൽ ആണ് എങ്കിലും സൂപ്പർ ക്വസ്റ്റ്യൻ ആണ് okay so 1.33 will be the dielectric constant okay yes the equipotential surfaces corresponding to a single positive charge are concentric spherical shells with the charge at its origin. The space between the surfaces for same change in the potential is uniform throughout the field is getting closer as r tends to 0 then is getting closer as r tends to infinity and r tends to 0 then it can be varied as 1 wishes to. അതായത് നമുക്കറിയാം ഒരു പോയിന്റ് ചാർജിന് ചുറ്റും അല്ലേ ഒരു പോയിന്റ് ചാർജിന് ചുറ്റും ഒരു സ്ഫെറിക്കൽ സർഫസസ് ഉണ്ട് equipotential spherical surfaces. Okay. The spacing between the surfaces for the same change in the potential അല്ലേ സോ നമുക്കറിയാം ഇവിടെ രണ്ട് സർഫസുകൾ തമ്മിലുള്ള ചേഞ്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണെങ്കിൽ അവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണെങ്കിൽ സ്പേസിങ് സെയിം ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഓക്കെ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണെന്ന് വിചാരിക്കും ഇവിടെയുള്ള പൊട്ടൻഷ്യൽ സോ ത്രൂ ഔട്ട് അതേ ഡിഫറൻസ് തന്നെയാണ് ഉണ്ടാവുക സോ പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഈ സെൻറ്ററിലോട്ടേക്ക് വരുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെട്ടെന്ന് ചേഞ്ച് ആവും അല്ലേ കാരണം എന്താണ് അവിടെ പൊട്ടൻഷ്യൽ കൂടുതലാണ് സെൻറ്ററിലോട്ട് വരുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ കൂടുതലാണ് അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സ്പേസിങ് കുറവായിരിക്കും മനസ്സിലാക്കണം സോ അകലെ പോകുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ കുറയുന്നു അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സ്പേസിങ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം സോ ഗെറ്റിംഗ് ക്ലോസർ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സ്പേസിങ് ഗെറ്റിംഗ് ക്ലോസർ ആസ് r tends to infinity ആണോ അല്ല r tends to infinity ആണെങ്കിൽ അതായത് അകലത്തേക്ക് പോകുന്നതിനനുസരിച്ച് അല്ലേ സോ ഈ ചാർജിൽ നിന്നും അകലത്തോട്ട് പോകുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ സ്പേസിങ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലിന്റെ സ്പേസിങ് കൂടുകയാണ് ചെയ്യുക അല്ലെ ഗെറ്റിംഗ് ക്ലോസർ അല്ല അടുക്കുകയല്ലേ ചെയ്യുക സോ അകലെയാണ് ചെയ്യുന്നത് സോ അപ്പൊ നേരെ റിവേഴ്സ് ചെയ്താ വരുന്നത് ഗെറ്റിംഗ് ക്ലോസർ ആസ് r tends to 0 അതായത് നമ്മൾ അടുത്ത് വരുന്നതിനനുസരിച്ച് ചാർജിന് അടുത്ത് വരുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞു വരും അത് ഓരോ കോൺസെൻട്രിക് സെല്ലും തമ്മിലുള്ള സ്പെറിക്കൽ ഷേപ്പ്ഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വളരെ
കുറഞ്ഞു വരും. സോ നമ്മൾ മനസ്സിലാക്കണം C ഓപ്ഷൻ വിൽ ബി റൈറ്റ്. സോ പക്ക ലോജിക്കലാണ്, നന്നായിട്ട് ചിന്തിക്കുക. എന്നാൽ കുറച്ചൊന്ന് നമ്മൾ ഒരു ഡീപ്പ് ലെവൽ തിങ്കിങ് അവിടെ ആവശ്യമുണ്ട്. ഓക്കെ, യെസ്. The current through a wire depends on the time. Current through a wire depends on the time as I is equal to I0 plus 3 alpha T2. Well, actually it is T square. So I am rewriting here I is equal to I0 plus 3 alpha into T square. 3 alpha into T square. Okay, yes. Where I0 is equal to 10 ampere, then alpha is equal to 20 ampere per second square. 20 ampere per second square. Okay, yes. Average current for that interval T0 to T equal to 2 seconds is 64, 84, 69, 89. 64 ആംബിയർ ആണ് ഉദ്ദേശിക്കുന്നത്. സോ 84 ആംബിയർ, 69 ആംബിയർ, 84 ആംബിയർ എന്തായിരിക്കും എന്നുള്ളതാണ് ആക്ച്വലി. സോ ആവറേജ് കറണ്ട് കാണണമെങ്കിൽ ആവറേജ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? സോ ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ടൈം ആണെന്ത് ആവറേജ് കറണ്ട്. സോ എപ്പോഴുള്ള 0 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെയുള്ള ടൈമിൽ ഫ്ലോ ചെയ്ത ആവറേജ് കറണ്ട് കാണണമെങ്കിൽ ടോട്ടൽ ചാർജ് ബൈ 2 സെക്കൻഡ് ആയിരിക്കും അല്ലേ? ആ ടൈം ഇന്റർവെൽ എത്രയാണ്? 2 സെക്കൻഡ് ആണ്. അപ്പൊ 2 സെക്കൻഡ് 2, അപ്പൊ Q/2 ആണ് നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പൊ ഇത്രയും സമയം കൊണ്ട് എത്ര ചാർജ് ആ ഏരിയ ക്രോസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കണം. അതിന് നമുക്ക് തന്ന കാര്യങ്ങൾ നോക്കുക. I തന്നിട്ടുണ്ട് എന്താണ്? I0 plus 3 alpha T square. ഓക്കെ, സോ I എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് dQ/dt ആണ് അല്ലേ? സോ dQ/dt ഈസ് ഈക്വൽ ടു നമുക്കറിയാം I ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രം ഹിയർ ഐ ക്യാൻ സേ ക്യാപിറ്റൽ Q ഓർ ടോട്ടൽ ചാർജ് വിൽ ബി ഇന്റഗ്രൽ I dt ആയിരിക്കും അല്ലേ? ഇന്റഗ്രൽ I dt ആയിരിക്കും. സോ from here I can integrate both. So total charge will be I into I എന്ന് പറയുമ്പോൾ I0 plus 3 alpha T square into T. Okay, yes. So it is nothing but നമ്മൾ calculation ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് we will get I0 is equal to 10 sorry into dt ആണ്. So dt is equal to T. So integral dt is equal to T plus 3 into alpha T square. So 3 alpha T cube by 3. So 3 cancel. For 2 seconds it will be 2 into from 0 to 2 seconds ആണ് ലിമിറ്റ് വരിക. So we can substitute 0 to 2 limits. So 20 plus 20 plus alpha into T cube, that is alpha it is 21 into T cube etraya 2 cube. So it will be, we will get 20 plus 188 something, 188. So actually yeah, again some problem is coming. 188 ആണ് total charge. 188 coulomb is total charge flowing through the circuit. So the average current will be 188 by 2. It will be 99 ampere. So options, there is no any options. 99 ഇല്ല, ഇവിടെ 69ഉം 89ഉം ഉണ്ട്, പക്ഷേ 99 കൊടുത്തിട്ടില്ല. സോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ അപ്പോൾ 99 ഇല്ലാത്തതുകൊണ്ട് നൺ ഓഫ് ദി അബവ് ആണ് എന്ത് ഓപ്ഷൻസ് അല്ലേ? സോ നൺ ഓഫ് ദി അബവ്. സോ അപ്പോൾ നമുക്ക് പറയാം ഈ കൊടുത്ത ഓപ്ഷനിലില്ല. സോ 89 പകരം 99 ആയിരുന്നെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് മാർക്ക് ചെയ്യാമായിരുന്നു. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ എൻ ഇലക്ട്രോൺ ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു എ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദി ലൈൻസ് ഓഫ് ഫോഴ്സ്. ഒരു ഇലക്ട്രോണ്
ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സിന് പാരലൽ ആയിട്ട് എലോങ് ദ ലൈൻ ഓഫ് ഫോഴ്സ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദെൻ ദർ വിൽ നോ എഫക്ട് ഓൺ ദ മോഷൻ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ശരിയാണല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പാരലലിയോ അല്ലെങ്കിൽ ആന്റി പാരലലിയോ ചാർജ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ആ ചാർജിന് ഒരു ഡിഫ്ലക്ഷനും ഒരു ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കാരണം എക്സ്പീരിയൻസ് ചെയ്യില്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ശരിയാണ്. സോ ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്. ദ ഇലക്ട്രോൺ വിൽ ട്രാവൽ അലോങ് ദ സർക്കുലർ പാത്ത് നെവർ, അല്ലേ? സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരണം. സോ ഇലക്ട്രോൺ വിൽ ഫോളോ ദ പാത്ത് ഓഫ് ദ പരോബോളിക് ഷേപ്പിൽ വരില്ല. സോ ദ വെലോസിറ്റി വിൽ ഇൻക്രീസസ്. വെലോസിറ്റി ഒരു കാരണവശാലും ഇൻക്രീസ് ചെയ്യില്ല. സോ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ദ ഡയറക്ഷൻ, അല്ലെ, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഒരു കാരണവശാലും കൂടില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞാണ് സ്പീഡ് ഓഫ് ദ ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഡസ് നോട്ട് ചേഞ്ച്, വെലോസിറ്റി ഓൺലി ചേഞ്ചിങ്. ദാറ്റ് മീൻസ് ഡയറക്ഷൻ ഈസ് ചേഞ്ചിങ്. സോ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല. സോ അവിടെ നേരെ റിവേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡയറക്ഷൻ വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്, ദെൻ വെലോസിറ്റി ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഈസ് ചേഞ്ചിങ്. സോ ഇതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. നമുക്കറിയാം ഓപ്ഷൻ 1 ശരിയാണ്. എങ്കിലും നമ്മൾ മറ്റുള്ള ഓപ്ഷൻസും കൂടി ഒന്ന് നോക്കിയതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോ എ ബാർ മാഗ്നറ്റ് ഓഫ് ഡൈപോൾ moment m is initially perpendicular to a magnetic field of intensity b. The angle by which the magnet should be rotated so that torque acting on it is half of the maximum torque is angle കണ്ടുപിടിക്കണം. സോ ഇവിടെ 30, 45, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 50 ഡിഗ്രി കൊടുത്തിരിക്കും. 4 ആംഗിൾസ് കൊടുത്തിട്ടുണ്ട്. സോ ആക്ച്വലി നമ്മൾ പറയുന്നത് എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ ഡയറക്ഷൻ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു, ഇതാണ്. സോ ഇതിൽ ഇനീഷ്യലി പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഡൈപോൾ വെച്ചിട്ടുണ്ട്, മാഗ്നറ്റിക് ഡൈപോൾ വെച്ചിട്ടുണ്ട്. നോർത്ത് സൗത്തോ സംതിങ്, സൗത്ത് നോർത്തോ അങ്ങനെ വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് പെർപെൻഡിക്കുലർ കേസ് ആണെങ്കിൽ തീറ്റ 90 ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോർക്ക് ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി ആണ്. മാഗ്നറ്റിക് മൊമെന്റ് ക്രോസ് ബി. സോ തീറ്റ 90 ആണെങ്കിൽ ഇറ്റ് വിൽ ബി എം ഇൻറ്റു ബി. സോ സൈൻ 90 വിൽ ബി 1. യെസ് അല്ലേ, എം ഇൻറ്റു ബി മാക്സിമം വാല്യൂ ആയിരിക്കും. സോ പക്ഷേ നമ്മൾ നോക്കണം, ഈ ഒരു സിസ്റ്റം സ്വാഭാവികമായിട്ട് റൊട്ടേറ്റ് ചെയ്യും. ടോർക്ക് ഉണ്ടാവും. അപ്പോൾ ടോർക്ക് മാക്സിമം ടോർക്ക് ആണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യും. ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഹാഫ് ഓഫ് ദ മാക്സിമം ആവണം, അല്ലേ? ഹാഫ് ഓഫ് ദ മാക്സിമം ആണ്. ഇതാണ് മാക്സിമം വാല്യൂ. സോ ഹാഫ് ഓഫ് ദ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എം ബിയുടെ പകുതി ആവണം. സോ എം ബിയുടെ പകുതി ആവണമെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ്, അപ്പോൾ ഒരു പെർട്ടിക്കുലർ കേസിലുള്ള ടോർക്ക് എന്താണ്? ടോർക്ക് ഈസ് സിംപ്ലി, അല്ലെ, ടോർക്കിനുള്ള ഫോർമുല നമുക്കറിയാം. ടോർക്ക് ഈസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റയാണ്. സോ എം ബി ഇൻറ്റു സൈൻ തീറ്റ ആയിരിക്കും. സോ വെർ തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ the direction of magnetic moment and the direction of magnetic field. Magnetic moment of dipole, അതായത് dipole momentum magnetic field തമ്മിലുള്ള ഡയറക്ഷൻ ആണ് എന്ത്? തീറ്റ. സോ ഈ തീറ്റ ആക്ച്വലി ഇവിടെ എത്രയാ? So from here I can say sin theta equal to half. That means theta equal to 30 degree. So ഈ തീറ്റ ഡിഗ്രി എത്രയാ? 30 ഡിഗ്രി ആണ്. സോ ഹാഫ് ആവണമെങ്കിൽ 30 ഡിഗ്രിയിലേക്ക് എത്തണം. പക്ഷെ നമ്മൾ എവിടെന്നാ വരുന്നത്? നമ്മളോട് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ 30 ഡിഗ്രി ഓപ്റ്റ് ചെയ്യും. സോ ആൻസർ വിൽ ബി റോങ്. കാരണം എന്താ? 30 ഡിഗ്രിയിൽ എത്തിയാൽ എത്രയായി? ഹാഫ് ഓഫ് ദി മാക്സിമം ആയി. പക്ഷെ നമ്മൾ എവിടെന്നാ വരുന്നത്? വെർട്ടിക്കൽ കേസിൽ നിന്നാണ് വരുന്നത്. 90 ഡിഗ്രിയിൽ നിന്ന് 30 ഡിഗ്രിയിൽ എത്തുമ്പോൾ എത്ര ഡിഫ്ലക്ഷൻ ആണ് അവിടെ ഉണ്ടായത്, അല്ലേ? the angle by which the magnetic field should be, so that it should be the rotated. എത്രത്തോളം റൊട്ടേറ്റ് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യപ്പെടുന്ന ആംഗിൾ എത്ര റൊട്ടേറ്റ് ചെയ്യണം? അല്ലെ, 90യിൽ നിന്ന് 30യിൽ എത്തണമെങ്കിൽ സോ എത്ര റൊട്ടേറ്റ് ചെയ്യണം? ഇറ്റ് വിൽ ബി 90 മൈനസ് 30, ഇറ്റ് വിൽ ബി 60 ഡിഗ്രി ആയിരിക്കണം. സിമ്പിൾ ലോജിക്കൽ ആണ്. സോ ചിന്തിക്കുക. ഓക്കെ, ആൻസർ മാർക്ക് ചെയ്യുന്നു 60 ഡിഗ്രി. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 20th ക്വസ്റ്റ്യൻ. എ റേ
deviates at 90 degree after suffering deflection from a mirror. The angle of incidence is simple question. അതായത് നമ്മൾ നോക്കുക, ഒരു റേ ഇവിടെ വന്നു, ഇയാൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. എത്ര ഡിഗ്രിയിൽ? 90 ഡിഗ്രിയിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. സോ 90 ഡിഗ്രിയിൽ ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണെന്നുള്ളതാണ്. 90 ഡിഗ്രിയിൽ ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാ നമുക്ക് ആലോചിച്ചാൽ കിട്ടുമല്ലോ. കിട്ടും. സിമ്പിൾ ആണ്. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ 45 ഡിഗ്രി ആയിരിക്കണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണ്. സോ രണ്ടും കൂടി സെയിം ആവുകയും വേണം, രണ്ടും കൂട്ടിയാൽ 90 ലഭിക്കുകയും വേണം. സോ രണ്ട് കേസും വരുന്നത് എന്താണ്? 45ന്റെ കേസിൽ മാത്രമാണ്. സോ ദ ആൻസർ വിൽ ബി 45 ഡിഗ്രി. സോ ഇവിടെ ഡിഗ്രി മാർക്ക് ചെയ്യണേ. യെസ്, ഡിഗ്രി ഈസ് മിസ്സിംഗ് ഹിയർ. Okay, 45 degree will be the answer for that. So a positive charge, അടുത്ത question, a positive charge plus q is placed at a, 0, and another positive charge is placed at minus a, 0. A charge minus q1, it is actually minus q1, it is actually minus q1 is placed at the origin. If it is slightly displaced along y-axis, then it will move away, it will oscillate, but will not execute SHM. It will execute SHM. It will stand at displaced position. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഒറിജിൻ എടുക്കുന്നു, ഒരു എക്സ് ആക്സിസ് എടുക്കുന്നു, ഇവിടെ ഒറിജിൻ, ഇതിന്റെ പോസിറ്റീവ് അല്ലെ അറ്റ് A00 എന്ന് പറയുമ്പോൾ എന്താ? പോസിറ്റീവ് സൈഡ് A00. ഇവിടെ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. ദെൻ ഈ നെഗറ്റീവ് സൈഡിൽ മൈനസ് A00ൽ ഒരു മൈനസ് ക്യൂ ചാർജ് ഉണ്ട്. മൈനസ് A00ൽ മൈനസ് ക്യൂ ചാർജ്. ഇവിടെ ഒരു മൈനസ് Q1 ചാർജ്, ഇതിനേക്കാൾ കുറവാണ്, വളരെ ചെറിയൊരു ചാർജാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം മൈനസ് Q1 എന്ന് പറയുമ്പം ഇയാൾ റിപ്പല് ചെയ്യും, ഇയാൾ അട്രാക്ട് ചെയ്യും. ശരിയാണ്, അവിടെ ഫിക്സഡ് ആണ് അല്ലേ? ഇയാൾ റിപ്പൽ ചെയ്യും, ഇയാൾ അട്രാക്ട് ചെയ്യും. ശരിയാണ്. സോ ഇനി നോക്ക്, ഇയാളെ കുറച്ച് മുകളിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അല്ലെങ്കിൽ കുറച്ച് മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നാമത് പറയുന്നത് ഇറ്റ് വിൽ മൂവ് എവേ, അവരങ്ങ് പോയിക്കോളും ഇല്ലേ? ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ആക്സിസിലോട്ട് ഡിസ്പ്ലേസ്, മുകളിലോട്ട് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരങ്ങ് പോയിക്കോളും. പോവോ? ഇല്ല, അങ്ങനെ പോകുന്നില്ല. യെസ്, നോ. ദെൻ ഇറ്റ് വിൽ ഓസിലേറ്റ് ബട്ട് വിൽ നോട്ട് എക്സിക്യൂട്ട് SHM. ഇത് ഓസിലേറ്റ് ചെയ്യും, അതായത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെ, കുറച്ച് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചും വരും. കാരണം എന്താ? ഇവിടെ പ്ലസ് ക്യൂ ഇതിനെ, അല്ലെങ്കിൽ ഈ ഒരു ഡൈപോൾ ഇതിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ അപ്പം ഇത് ഓസിലേറ്റ് ചെയ്യുന്ന പറയുന്നത്, പക്ഷെ വിൽ നോട്ട് എക്സിക്യൂട്ട് SHM എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനൊരു സിസ്റ്റം നമ്മുടെ കൈ കിട്ടിയാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ സെൻറ്ററിലുള്ള ആംഗിള് പ്ലസ് ചാർജ് ആണെങ്കിലും മൈനസ് ചാർജ് ആണെങ്കിലും ഒക്കെ, ഈ ഡൈപോളിൻ്റെ സെൻറ്ററിലുള്ള ആംഗിള് നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് ഓസിലേറ്റ് ചെയ്യും വിത്ത് എ നോർമൽ ഫ്രീക്വൻസി ആൻഡ് ഇറ്റ് വിൽ ബി എൻ SHM. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? സോ ഈ മോഷൻ ഒരു ഓസിലേറ്ററി മോഷൻ ആയിരിക്കും. ദാറ്റ് വിൽ ബി എൻ SHM മോഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും. സോ ദെൻ ബി ഓപ്ഷനും സി ഓപ്ഷനും SHMനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ബി ഓപ്ഷനിൽ പറയുന്നത് വിൽ നോട്ട് എക്സിക്യൂട്ട് SHM എന്നാണ്, സി ഓപ്ഷനിൽ പറയുന്നത് ഇറ്റ് വിൽ എക്സിക്യൂട്ട് SHM എന്നാണ്. സോ സി ഓപ്ഷൻ വിൽ ബി റൈറ്റ്. ഡി ഓപ്ഷൻ എന്താണ്? റോങ് ആണ്. കാരണം എന്താ? ഇറ്റ് സ്റ്റാൻഡ് അറ്റ് ദിസ് ഡിസ്പ്ലേസ്ഡ് പൊസിഷൻ, അവിടെ തന്നെ കിടന്നോളും. ഇല്ല, കാരണം സ്വാഭാവികമായിട്ട് തിരിച്ചിങ്ങോട്ട് വരും. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് C is charged to a potential difference V from a cell and then disconnected from it. A charge plus Q is now given to its positive plate.
the potential difference across the capacitor is now. Yeah, നോക്കണേ, ഒരു കപ്പാസിറ്ററിൽ എത്രയോ ചാർജ് ആദ്യം ഇനീഷ്യലി ഉണ്ട് അല്ലേ? അതൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോ പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആയിരിക്കും. സോ ഇവരുടെ ഈ കണക്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ അല്ലേ, ആ കണക്ഷൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ യാതൊരു മാറ്റവും വരുന്നില്ല. കാരണം ആ കണക്ഷൻ കാരണം ഓൾറെഡി ഈ രണ്ട് പ്ലേറ്റ്സും ഒരാൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, മറ്റേയാൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും അല്ലേ? ഈ പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ്സിൽ നിന്ന് വയർ നമ്മൾ കണക്ട് ചെയ്ത് മാറ്റിയാലും അവരിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെട്ട ചാർജിനൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് അവരിൽ ആ പൊട്ടൻഷ്യൽ, സെയിം പൊട്ടൻഷ്യൽ അതേപോലെ കിടക്കും. പക്ഷേ അപ്പൊ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ അതേ പൊട്ടൻഷ്യൽ അങ്ങനെ തന്നെ ഉണ്ടാവും. സോ ഒരു പ്ലസ് ക്യൂ ചാർജ് again, ഒരു പ്ലസ് ക്യൂ ചാർജ് ഈസ് again given to the positive plate. സോ ഇവിടെ നമ്മൾ ഇനീഷ്യൽ കേസിൽ ക്യൂ ചാർജും ദെൻ ഫൈനലി നമ്മൾ പ്ലസ് ക്യാപിറ്റൽ ക്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ചാർജ് എത്രയാവും? ക്യൂ പ്ലസ് ക്യൂ ആയി, ക്യാപിറ്റൽ ക്യൂ ആയി. നമുക്കറിയാം ഇതെന്താണ്? ഒരു മെറ്റാലിക് പ്ലേറ്റ് ആണ്. ഇതൊരു മെറ്റാലിക് പ്ലേറ്റ് ആണ്, വളരെ അടുത്താണുള്ളത്, കണ്ടക്ടർ അല്ലേ? ഇവിടെ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ എന്താവും? ഒരു മൈനസ് ക്യൂ ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ ടോട്ടൽ ചാർജ് ഓൺ ദി നെഗറ്റീവ് പ്ലേറ്റ് എന്താവും? മൈനസ് ഓഫ് ഇനീഷ്യൽ ചാർജ് പ്ലസ് ഇൻഡ്യൂസ്ഡ് ചാർജ് വരും. സോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഡക്ഷൻ കാരണം നെഗറ്റീവ് പ്ലേറ്റിലും ചാർജ് ചെയ്യപ്പെടും. അപ്പൊ ന്യൂ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും അല്ലെ? പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്ത് മാറ്റം സംഭവിക്കും നമ്മൾ മനസ്സിലാക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസിന് മാറ്റം സംഭവിക്കും എങ്ങനെ? ചാർജസ് നമ്മൾ അഡീഷണൽ ചാർജ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഉള്ള ചാർജിനനുസരിച്ച് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടും, അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആഡ് ചെയ്യപ്പെടും. സോ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ ന്യൂ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ന്യൂ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? വി പ്ലസ് ക്യൂ ബൈ സി. ബിക്കോസ് സോ ന്യൂ പൊട്ടൻഷ്യൽ എന്തായാലും V0, ഇനീഷ്യൽ പൊട്ടൻഷ്യൽ 0 ആണ്. സോ ആഡിങ് പൊട്ടൻഷ്യൽ എന്താണ്? നമുക്കറിയാം Q is proportional to V or Q equal to CV ആണ്. സോ V will be Q by C അല്ലേ? ഒരു Q ചാർജ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോ ന്യൂ പൊട്ടൻഷ്യൽ വിൽ ബി Q by C. അപ്പം ഇനീഷ്യൽ പൊട്ടൻഷ്യൽ ക്യാപിറ്റൽ V, ദെൻ ഫൈനൽ പൊട്ടൻഷ്യൽ സ്മോൾ v ആണെങ്കിൽ സോ ദാറ്റ് സ്മോൾ v will be Q by C. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കപ്പാസിറ്റേഴ്സ് will be V plus Q by C. Okay, option B will be right. Okay, the equation of alternating current is given by I is equal to 10 root 2 sin 100 pi t plus pi by 6. Then time taken by current to reach the root mean square value from t0 to t dash. Then the value of t dash is okay. പറയുന്നത് എന്താണ്? ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് സോഴ്സ് ആണ് തന്നത്. സോ ആ ആൾട്ടർനേറ്റിംഗ് കറണ്ട് സോഴ്സിന്റെ റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് I is equal to 10 into root 2 sin 100 pi t plus pi by 6. Okay. Okay. Yes. 100 pi t ആണ്, pi omega അല്ല, pi t plus pi by 6. Clear ആണ്? Okay. So the time taken by the current to reach the root mean square value of current from t0 is t dash. അതായത് t dash ടൈം കൊണ്ട് ഈ കറണ്ട് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആവുന്നു. സോ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ കിട്ടുന്നു എപ്പോ? അറ്റ് t equal to t dash. So I can write RMS value, that is RMS value എത്രയാ? റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എത്രയാ? നമുക്കറിയാം ഫ്രം ഇക്വേഷൻ
I can say RMS value will be 10 root 2 I0 by root 2 ആണ്. That is 10 root 2 by root 2. It is simply 10 ampere ആണ്. സംശയമില്ല. അതായത് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? 0 സെക്കൻഡിൽ നിന്ന് t' സെക്കൻഡിലേക്ക് എത്തുമ്പോഴേക്കും ഇയാളുടെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആയ 10 ആംപിയർ ആയിട്ട് മാറും കറണ്ടിന്റെ വാല്യൂ. സോ 10 ആംപിയർ ആണെങ്കിൽ സോ ഐക്ക് പകരം നമുക്ക് 10 ആംപിയർ കൊടുക്കാം. അപ്പോൾ ടി എന്താവും? t' ആവും. സോ ഐ ക്യാൻ റൈറ്റ് 10 ആംപിയർ ഈസ് ഈക്വൽ ടു 10 root 2 sin 100 pi t plus pi by 6. So from here I will get sin 100 pi t plus pi by 6 will be 1 by root 2, because ഈ root 2 ഇപ്പുറം വരുമ്പോൾ അല്ല ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? 1 by root 2. So it is actually 45 degree അല്ലേ? So 1 by root 2 ഇപ്പോൾ വരുന്നത് sin 45 degree. So I can write 100 pi into t plus pi by 6 will be pi by 4. So pi cancel. So here t dash ആണ്. It will be t dash. Okay. So from here 100 into t dash. Okay. ഞാൻ ഇങ്ങോട്ട് മുകളിലേക്ക് മാറ്റിയതാണ്. So 100 into t dash is equal to 1 by 4 minus 1 by 6. It will be 12. 1 by 12. It will be 1 by 12. 3 minus 2, it will be 1 by 12. So 100 t dash is equal to 1 by 12. From here t dash is equal to 1 by 1200. That is 1200. It will be coming from first option. Okay, first option. So t dash will be 1 by 1200 second. Yes. Okay, so simple case ആണ്. ജസ്റ്റ് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുമ്പം കാര്യങ്ങൾ ഈസിയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ അറിഞ്ഞിരിക്കണം, ഫോർമുല അറിഞ്ഞിരിക്കണം, കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷെ കോൺസെപ്ച്വൽ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമ്മൾ കുറഞ്ഞ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യൻ. 6 charges are placed at a corner of a regular hexagon as shown. If an electron is placed at the center O, electron is placed at the center O, force on it will be 0 along OC, along OA, none of these. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇലക്ട്രോൺ ആണ് ഇവിടെ സെന്ററിലുള്ള, സിമ്പിൾ ആണ്. കാര്യങ്ങൾ നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇവിടെ സെന്റർ O ആണ് അല്ലേ? ABCD എന്ന ഈ 6 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ ഹെക്സഗണിന്റെ 6 വേർട്ടസിലൂടെയും 6 വേർട്ടസിൽ ഓരോ ചാർജുകളുണ്ട് അല്ലേ? -Q, 3Q, -2Q, +2Q, Q ഒക്കെ ഉണ്ട് അല്ലേ? യെസ്, നോക്കാം. ഓരോ ഡയറക്ഷനിലുള്ള ഈ ഫോഴ്സ് ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് എഴുതുന്നില്ല. നിങ്ങൾ പെന്നും പേപ്പറും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എഴുതി നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, നമ്മൾ ആദ്യം എയിലേക്കുള്ള ഫോഴ്സ്, എയിലുള്ള ചാർജ് കാരണമുള്ള ഫോഴ്സ് എന്തായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും. സോ ചാർജ് ഡ്യൂ ടു എ അല്ലേ? ഫോഴ്സ് ഡ്യൂ ടു എ എന്താ വരിക? F QE by R square. FQE by R square വരും. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. അപ്പം ഈ ഡയറക്ഷനിൽ OD ഡയറക്ഷനിൽ വരും. ഇനി ഇവിടെയാണെങ്കിലോ അട്രാക്ഷൻ ആണ്, ഈ ഡയറക്ഷനിൽ വരും അല്ലേ? FB will be K3QE by R square, ആ ഡയറക്ഷൻ. ദെൻ ഇവിടെയാണെങ്കിലോ റിപ്പൽഷൻ ആണ്, ഈ ഡയറക്ഷനിൽ വരും. ഓക്കെ, സോ ദെൻ അടുത്ത പോയിന്റ്, ഈ പോയിന്റ് കാരണം ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുന്നു. സോ ഈ പോയിന്റ് കാരണം എന്ത് വരും? ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നു. സോ അഗെയിൻ ഈ പോയിന്റ് കാരണം നമ്മൾ എന്ത് വരിക?
ഇവിടെ റിപ്പൽഷൻ ആണോ അട്രാക്ഷൻ വരും, കാരണം എന്താ പോസിറ്റീവ് ചാർജ് ആണ്. സോ ഇവിടെ ആണെങ്കിലോ റിപ്പൽഷൻ ആണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സും വരുന്നില്ല. സോ ഈ ഡയറക്ഷനിലുള്ള ഫോഴ്സും ഈ ഡയറക്ഷനിലുള്ള ഫോഴ്സും സെയിം ആയിരിക്കും, കാരണം എന്താ ഇവിടെ -q ആണ്, ഇവിടെ -q ആണ്. അപ്പം അത് കാര്യമായിട്ട് വരില്ല. ഓക്കെ, ക്ലിയർ. അപ്പോൾ ക്യാൻസൽ ചെയ്തു. ഇവിടെ 3q കാരണമുള്ള ഫോഴ്സ് ആണ്, ഇവിടെ q കാരണമുള്ള ഫോഴ്സ് ആണ്. അപ്പം ഈ ഫോഴ്സിനേക്കാളും ഡോമിനേറ്റ് ചെയ്യുക ഈ ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഫൈനലി മനസ്സിലാവും, ഒന്ന് 3q ഡയറക്ഷനിൽ ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ബി ഡയറക്ഷനിൽ ഫോഴ്സ് ഉണ്ട്, അതേപോലെ ഡി ഡയറക്ഷനിലും ഫോഴ്സ് ഉണ്ട്. ബി ഡയറക്ഷനിലും ഫോഴ്സ് ഉണ്ട്, ഡി ഡയറക്ഷനിലും ഫോഴ്സ് ഉണ്ട്. സോ ബി ഡയറക്ഷനിലുള്ള ഫോഴ്സ് 3F എന്ന് എടുക്കുന്നു, കാരണം 3q ആണെങ്കിൽ. ഈ ഡയറക്ഷനിൽ എന്താ ഉണ്ടാവുക, ഇതും 3F ആയിരിക്കും അല്ലേ, ഇതും 3F ആയിരിക്കും. രണ്ടും സെയിം ഫോഴ്സ് ആണ്. കാരണം എന്താ, ഇവിടെ ഈ q ചാർജ് ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുന്ന ഫോഴ്സും ഈ 2q ചാർജ് അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സും ഞാൻ 3F എന്ന് എടുത്തു അല്ലേ. രണ്ട് അല്ലേ, -q പ്ലസ് 2q വരുമ്പോൾ 3F എന്ന് എടുത്തു. ദെൻ ഇവിടെ 3F ഡയറക്റ്റ് വരും. ഓക്കെ, റൈറ്റ്. സോറി, 3F ഡയറക്റ്റ് വരുമോ? ഇല്ല, ഇവിടെ 3F വരില്ല. കാരണം എന്താണ്, ഇവിടെ ഒരു q ചാർജ് ഇങ്ങോട്ടുണ്ട് അല്ലേ. സോ q ചാർജ് ഇങ്ങോട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ 3F ഉണ്ടാവില്ല, ഇവിടെ 2F മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. ഇവിടെ 2F മാത്രമേ ഉണ്ടാവുള്ളൂ, 3F ഉണ്ടാവില്ല. സോ ഈ 3F 2F ആയി മാറി. അപ്പം ഡോമിനേറ്റ് ചെയ്യുന്ന ചാർജ് എവിടെയാണ്, ഇവിടെയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോഴ്സ് എവിടെയാ, ഈ ഡയറക്ഷനിലല്ലേ. സോ ഇവരുടെയും ഇതിന്റെയും ഇടയിൽ എവിടെയെങ്കിലും ആണ് അല്ലേ. സോ രണ്ടും കൂടി ഈക്വൽ ആണെങ്കിൽ, നമുക്ക് പറയായിരുന്നു OCയിലാണ്. സോ രണ്ട് ഈക്വൽ അല്ല, ഇത് 3F ആണ്, ഇത് 2F ആണ്, ഇത് 3F ആണ്. സോ ഇൻ ബിറ്റ്വീൻ ഈ റീജിയനിൽ വരും. സോ ഏകദേശം ഈ ഒരു സ്പേസിലാണ് വരിക അല്ലേ, ഡിയോട് അടുത്തൊരു സ്പേസിൽ വരും. സോ അപ്പോൾ 0 ആയിരിക്കില്ല, എലോങ് OC ആയിരിക്കില്ല, എലോങ് O ആയിരിക്കില്ല. നൺ ഓഫ് ദീസ് ആയിരിക്കും നമ്മുടെ ഓപ്ഷൻ. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ പെന്നും പേപ്പറും എടുത്തിട്ട് ഓരോ ചാർജ് കാരണമുള്ള ഫോഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് അല്ലേ, F(q1 q2/r² എന്നുള്ള K(q1 q2/r² എന്നുള്ള ഫോർമുല യൂസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. സോ അത് ഞാൻ ഇവിടെ ചെയ്യുന്നില്ല, അത് കുറച്ച് ലെങ്തിയാണ് കാര്യങ്ങൾ. സോ നമുക്ക് സിമ്പിൾ ലോജിക്കലി നമ്മൾ ജസ്റ്റ് മൈൻഡ് കൊണ്ട് ഓരോന്ന് ആലോചിച്ച് കട്ട് ചെയ്താൽ കാര്യം ക്ലിയർ ആവും. ഒരു വ്യക്തതയ്ക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 27 identical mercury drops, each charged to 10 volt, are allowed to form a big drop. The potential of big drop is അല്ലേ, ഒരു ഡ്രോപ്പിന്റെ ചാർജ് അല്ലേ, ഒരു ഡ്രോപ്പ് 1 ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ ഞാൻ എടുക്കുന്നു 0 എന്ന് എടുക്കുന്നു, ഇനിഷ്യൽ കേസ് ആയതുകൊണ്ട് 10 വോൾട്ട്. ഇങ്ങനെ 10 വോൾട്ട് വരുന്ന 27 ഡ്രോപ്പുകൾ ഒരുമിച്ച് കൂടിയപ്പോൾ പുതിയൊരു വലിയ ഡ്രോപ്പായി മാറി, ഒരു ബിഗ് ഡ്രോപ്പായി മാറി. ആ ബിഗ് ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ എത്രയാ? നമുക്കറിയാം പൊട്ടൻഷ്യൽ അല്ലേ അല്ലേ. അപ്പൊ 27 കൂടി ചേർന്ന് കഴിഞ്ഞാൽ 27 × 10 270 ഓപ്ഷൻ ഉണ്ടല്ലോ. പക്ഷേ ഇറ്റ് ഈസ് റോങ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് ഡ്രോപ്പ് ആണ്. പോയിന്റ് ചാർജിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യലിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ആണെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. സോ ഇവിടെ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്നല്ല, ഈ ഡ്രോപ്പ് കാരണം, ഈ സ്ഫെറിക്കൽ ഷേപ്പ് കാരണമുള്ള പൊട്ടൻഷ്യൽ. നമുക്കറിയാം 10 വോൾട്ട് ആണ് ഒരു ചെറിയ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ. ദെൻ ഈ ഇത്രയും 27 ഡ്രോപ്പുകൾ ഒരുമിച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ഡ്രോപ്പായി മാറും. ആദ്യം ഞാൻ മനസ്സിലാക്കുന്നു ഒരു ഡ്രോപ്പിന്റെ മുകളിലുള്ള ചാർജ് എത്രയാണ് അല്ലേ. പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ ഈസ് നത്തിങ് ബട്ട് K(q)/r ആണ് അല്ലേ. സോ വലിയ ഡ്രോപ്പിന്റെ കേസിൽ ഞാൻ എടുക്കുന്നു, വലിയ ഡ്രോപ്പിന്റെ കേസിൽ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പൊട്ടൻഷ്യൽ. സോ ഇതിന്റെ കേസിൽ ഞാൻ എടുക്കുന്നു K(Q)/R എന്ന് എടുക്കും. ക്യാപിറ്റൽ Q എന്താണ്? ചാർജ്, ടോട്ടൽ ചാർജ് ഓൺ ദി ബിഗ് ഡ്രോപ്പ്. ക്യാപിറ്റൽ R എന്താണ്? റേഡിയസ് ഓഫ് ദി ബിഗ് ഡ്രോപ്പ്. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ സ്മോൾ കേസിൽ ഞാൻ ഇവിടെ V0 എന്ന് മാർക്ക് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് K(Q)/R.
Okay, clear aanallo? Yes. From here I can say Q on a single drop is equal to V0 R by K. V0 R by K, where V0 is 10, so 10 R by K എന്ന് പറയാം. എന്ത് ഒരു സിംഗിൾ ഡ്രോപ്പിലെ ഒരു ചെറിയ ഡ്രോപ്പിലുള്ള ചാർജ് 10 R by K. ക്ലിയർ? ദെൻ അങ്ങനെയാണെങ്കിൽ 10 ചാർജ് ഒരുമിച്ച് വരുമ്പോൾ അല്ലേ, 10 ഡ്രോപ്പ് ഒരുമിച്ച് വരുമ്പോൾ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? 10 into 10 അല്ലേ, 10 into 10 അല്ല 27 ആണ് വരുന്നത്. 27 into 10 R by K ആയിരിക്കും ടോട്ടൽ ചാർജ്. ക്ലിയർ? യെസ്. യെസ്, ക്ലിയർ ആണ്? യെസ്. നോക്ക്, ഇനി ഈ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെറിയ ക്ലാസ്സിലെ അല്ലെങ്കിൽ മുമ്പത്തെ ക്ലാസ്സിലെ നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്ത്? the volume will be same അല്ലേ, volume will be same. 4/3 pi capital R cube will be 27 into 4/3 small r cube. From here I can say R cube is equal to 27 into small r cube. R cube is equal to 27 into small r cube. കാരണം എന്താ? 10 അല്ലെങ്കിൽ 27 ഡ്രോപ്പ് വന്നു കഴിഞ്ഞാലും 27 ഡ്രോപ്പ് സെപ്പറേറ്റ് വെച്ച് കഴിഞ്ഞാലുള്ള വോള്യൂം 27 ഡ്രോപ്പ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാലും വോള്യൂം സെയിം ആണ് അല്ലേ. സോ 4/3 പൈ ക്യാപിറ്റൽ ആർ ക്യൂബ് ആണെങ്കിലും 27 into 4/3 പൈ സ്മോൾ ആർ ക്യൂബ് ആണെങ്കിലും സെയിം ആയിരിക്കും. സോ ഫ്രം ഹിയർ ഐ ക്യാൻ സേ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു 3 times r the whole cube. Okay, so capital R is nothing but 3 times R എന്ന് കിട്ടും. സോ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് നോക്കിക്കോളി. സോ K 27 into 10 R by K divided by 3R. Okay, so 3R cancel, K cancel, 27 by 3 cancel, 9. So 9 into 10 it will be 90 volt. So answer will be 90 volt. Option A is right. നമ്മൾ മനസ്സിലാക്കണം, ജസ്റ്റ് ആഡ് ചെയ്താൽ പോരാ. 27 ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ 27 into 10 270 അല്ല ആൻസർ. സോ ഇറ്റ് ഈസ് ഗെറ്റിംഗ് 90. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ ചാർജ് വിൽ ബി സെയിം. ചാർജ് സെയിം ആയിരിക്കും, പക്ഷെ വോളിയം ഡിഫറെൻ്റ് ആയിരിക്കും. സോ വോളിയത്തിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ റേഡിയസുകൾ തമ്മിലുള്ള റിലേഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും എന്ത്? ക്യാപിറ്റൽ ആർ അല്ലേ, radius of big drop is 3 times the radius of small drop. Okay, yes. A resistor connected to a battery is heated due to the current through it. Which of the following quantities does not vary? ചോദ്യം, ഒരു ബാറ്ററിയായിട്ട് കണക്ട് ചെയ്ത റെസിസ്റ്റൻസ് ഹീറ്റ് ചെയ്യപ്പെടുന്നു ഡ്യൂ ടു ദ കറണ്ട്. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റി ഡസ് നോട്ട് വാരി? അതിന്റെ റെസിസ്റ്റൻസ് മാറുമോ? നോക്കണം. ഡ്രിഫ്റ്റ് വെലോസിറ്റി മാറുമോ? നോക്കണം. റെസിസ്റ്റിവിറ്റി മാറുമോ? നോക്കണം. ദെൻ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. നമുക്കറിയാം ഹീറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിട്ടുണ്ട് ടോ വിൽ ഡിക്രീസസ്, റിലാക്സേഷൻ ടൈം കുറയും. ഈ റിലാക്സേഷൻ ടൈം ആരിലൊക്കെയാണ് വരുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി റിലാക്സേഷൻ ടൈമുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്, റെസിസ്റ്റിവിറ്റി റിലാക്സേഷൻ ടൈമുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസും ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷേ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസുമായിട്ട് റിലാക്സേഷൻ ടൈമിന് യാതൊരു ബന്ധവുമില്ല. സോ ഡസ് നോട്ട് വാരി ദ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് റെസിസ്റ്റൻസ്. സോ ഓപ്ഷൻ ഡി വിൽ ബി റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എ വെർട്ടിക്കൽ സ്ട്രേറ്റ് കണ്ടക്ടർ carries a current vertically upward. A point P lies on the east of it at a small distance and another P lies on west at the same distance. The magnetic field at P is greater than at Q, is same as at Q, less than at Q, greater or less than at Q depending upon the strength of the current.
സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് പറയുന്നു അപ്വേർഡ് ഡയറക്ഷനിൽ ആര് പോകുന്നു? കറണ്ട് പോകുന്നു. ഈസ്റ്റിൽ ഒരു പോയിന്റ് ഞാൻ എടുക്കുന്നു അല്ലേ? പോയിന്റ് ഓൺ ഈസ്റ്റ് സൈഡിൽ നമ്മളൊരു പോയിന്റ് എടുക്കുന്നു. ഇത് വെസ്റ്റ് സൈഡ്. സോ ഈസ്റ്റിൽ ഒരു പോയിന്റ് എടുക്കുന്നു പി. സെയിം ഡിസ്റ്റൻസിൽ ഞാൻ വെസ്റ്റിൽ ഒരു പോയിന്റ് എടുക്കുന്നു ക്യൂ. നമുക്കറിയാം ഒരു കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഓൺലി ഡിപ്പെൻഡിങ് ഓൺ ദി സ്ട്രെങ്ത് ഓഫ് കറന്റ് and also depending on the distance from the conductor. So distance from the conductor രണ്ടിലും സെയിം ആണ്. അപ്പോൾ P യിലുള്ള magnetic ഫീൽഡും Q യിലുള്ള magnetic ഫീൽഡും will be same. So magnetic field at P is same as at Q. Simple question ആണ്. 27 കഴിഞ്ഞു 28. The photoelectric effect. The slope of straight line graph between stopping potential and frequency of incident light gives the ratio of Planck constant to what? Charge of electron, work function, and photoelectric current, kinetic energy of electron. Okay. നമുക്ക് photoelectric effectile stopping potentialum frequencyum തമ്മിലുള്ള relation. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ് EV സ്റ്റോപ്പ് അല്ലേ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഇവിടെയുള്ള V ആണെന്ത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ ആണ്. സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V ആണ്, ഫ്രീക്വൻസിയെ ഞാൻ F എന്ന് എടുക്കും തൽക്കാലം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി. ന്യൂ എടുത്തു കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കും. സോ നമുക്ക് അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻസ് ലോ h nu is equal to h nu 0 plus E stopping potential. Okay, E stop. Ole, yes. From here, if I am drawing a graph with the stopping potential and nu, that is frequency, ഈ ഒരു equation നമ്മളൊന്ന് rearrange ചെയ്തു വെക്കുക. Stopping potential will be equal to E stop will be equal to h into nu minus nu 0. Okay, so E stop will be equal to h by E into nu minus nu 0. So അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫിൽ സ്ലോപ്പ് ആയിട്ട് ആരാ വരിക? h by E ആണ് വരിക. So h by E is the slope. So slope of the graph എന്തായിരിക്കും? will be h by E ആണ്. h by E. So h by E എന്ന് പറഞ്ഞാൽ Planck constant to charge of electron. So option A will be right. So നമ്മൾ ചിന്തിക്കുക. Okay. So ഇവിടെ ഒരു ഈ ഗ്രാഫിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഒരു കാരണവശാലും ഗ്രാഫ് ഫ്രം ദ 0 സ്റ്റാർട്ട് ചെയ്യില്ല. ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം ത്രെഷോൾഡ് ഫ്രീക്വൻസി അല്ലേ? അപ്പം സ്റ്റാർട്ടിംഗ് കൈനറ്റിക് എനർജി 0 ആണെങ്കിലും അവിടെ ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടാവും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി. കൈനറ്റിക് എനർജി എന്തിന് ഈക്വൽ ആണ്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് ഈക്വൽ ആണ്. ഓക്കെ, യെസ്. ഓക്കെ, ഇഫ് ദ റേഡിയസ് ഓഫ് ഫസ്റ്റ് ബോർ ഓർബിറ്റ് ഈസ് r, then the radius of second Bohr orbit will be. സിമ്പിൾ കേസ് ആണ്. ബോർ റേഡിയസും ക്വാണ്ടം നമ്പറും തമ്മിലുള്ള അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓർബിറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്? r is proportional to n square ആണ്. സോ സെക്കൻഡ് കേസ്, ഫസ്റ്റ് കേസ് ആണെങ്കിൽ ഫസ്റ്റ് കേസ് r എന്ന് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് കേസ് എന്തായിരിക്കും? 2 സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ, ദാറ്റ് മീൻസ് സെക്കൻഡ് കേസിൽ 4r we will get for second. ഫസ്റ്റ് കേസ് r1 ആണെങ്കിൽ, ഫസ്റ്റ് കേസ് r ആണെങ്കിൽ then സെക്കൻഡ് കേസ് എന്തായിരിക്കും? സെക്കൻഡ് ഓർബിറ്റലിൽ 4 into r ആയിരിക്കും. സിമ്പിൾ കേസ് ആണ്. 2n square എന്ന് പറയുമ്പോൾ 2 square. Yes. An electric dipole is placed in an electric field generated by a point charge. ഒരു ഇലക്ട്രിക് ഡൈപോള് ഒരു പോയിന്റ് ചാർജ് കാരണം ജനറേറ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തു. അതായത് പോയിന്റ് ചാർജ് കാരണം ജനറേറ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആവണമെന്ന് നിർബന്ധമില്ല. സോ നെറ്റ് ഫോഴ്സ് ഓൺ ദ ഡൈപോൾ മസ്റ്റ് ബി 0. അത് പറയാൻ പറ്റില്ല. കാരണം എന്താ? നെറ്റ് ഫോഴ്സ് ഓൺ ദ ഡൈപോൾ മസ്റ്റ് ബി 0 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷൻ.
അല്ലേ? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആയേനെ. കാരണം എന്താ? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും, എങ്ങനെ ഡൈപോൾ വെച്ച് കഴിഞ്ഞാലും നെഗറ്റീവ് ചാർജിന് ഇങ്ങോട്ടും പോസിറ്റീവ് ചാർജിന് ഇങ്ങോട്ടും, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടാണെങ്കിൽ പോസിറ്റീവ് ചാർജ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, നെഗറ്റീവ് ചാർജ് അലോങ് ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. സോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ബേസ് രണ്ടും സെയിം ആയിരിക്കും. നെറ്റ് ഇലക്ട്രിക് ഫോഴ്സ് 0 ആണെന്ന് പറയാം. പക്ഷെ ഇപ്പം യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ, അപ്പോൾ പോയിന്റ് ചാർജിന്റെ ഫീൽഡ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ കറക്റ്റ് 0 എന്ന് പറയാൻ പറ്റില്ല. നെറ്റ് ഇലക്ട്രിക് ഫോഴ്സ് ഓൺ ദ ഡൈപോൾ മേ ബി 0, അതും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ടോർക്ക് ഓൺ ദ ഡൈപോൾ ഡ്യൂ ടു ദ ഫീൽഡ് മസ്റ്റ് ബി 0. ഫോഴ്സ് 0 ആണെന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ 0 ആയിരിക്കാം എന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഫോഴ്സ് ഓൾവേസ് ദെയർ, അല്ലേ? ഫോഴ്സ് ഓൾവേസ് ദെയർ. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ചാർജിന് ആ ഫോഴ്സ്, ചാർജിൽ ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ മേ ബി 0 പോലും പറ്റില്ല. ടോർക്ക് ഓൺ ദ ഡൈപോൾ ഡ്യൂ ടു ദ ഫീൽഡ് മസ്റ്റ് ബി 0, അതും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ടോർക്ക് 0 ആവണമെങ്കിൽ നമുക്ക് ഈവൻ യൂണിഫോം ഫീൽഡിലാണെങ്കിലും ടോർക്ക് 0 ആവണമെങ്കിൽ പാരലലോ ആന്റി പാരലലോ ആയിരിക്കണം, അല്ലേ? പാരലലോ ആന്റി പാരലലോ ആയിരിക്കണം. സോ ഇനി ടോർക്ക് മേ ബി 0 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ ടോർക്ക്, അതായത് ഈ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യാതെ അവിടെ കിടക്കുന്നു, ടോർക്ക് മേ ബി 0 എന്ന് നമുക്ക് പറയാം. സിമ്പിൾ ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്, നല്ലോണം ആലോചിച്ച് ആൻസർ ചെയ്യാം. സോ മേ ബി 0. ഓക്കെ. എ കോയിൽ ഹാസ് എ റെസിസ്റ്റൻസ് 30 ohm and inductive reactance 20 ohm at 50 Hz frequency. If an AC voltage of 200 volt and 100 Hz is connected across the coil, okay, connected across the coil, the current in the coil will be, അതാണ് ചോദിച്ചത്. കറണ്ട് ഇൻ ദ കോയിൽ, അതാണ് ചോദിച്ചത്. സോ ഞാൻ ഒന്ന് ആലോചിക്കുകയായിരുന്നു എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞതെന്നുള്ള കാര്യം. കോയിലിന് റെസിസ്റ്റൻസ് ഉണ്ട്, 30 ohm ആണ് റെസിസ്റ്റൻസ്. അതിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എത്രയാ? 20 ohm ആണ്. കോയിലിന് റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 20 ohm ആണ്. 50 ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് 20 ohm അറ്റ് 50 Hz ഫ്രീക്വൻസി. 50 Hz ഫ്രീക്വൻസി ആണെങ്കിൽ 20 ohm ആണ്. Then if an AC source of 200 volt, 200 വോൾട്ട് വരുന്ന ഒരു AC സോഴ്സ് with 100 Hz is connected to the coil, then the current through the coil will be, അതാണ് ചോദിച്ചത്. അതായത് കറണ്ടിന്റെ RMS വാല്യൂ കാണണം, അല്ലേ? കറണ്ടിന്റെ RMS വാല്യൂ കാണണം. ഓക്കെ, നമുക്കറിയാം കറണ്ട് വിൽ ബി, RMS വാല്യൂ ഓഫ് കറണ്ട് എന്തായിരിക്കും? സോ VRMS വിൽ ബി, VRMS ബൈ ടോട്ടൽ ഇംപിഡൻസ് ഓർ റെസിസ്റ്റൻസ്. VRMS എത്രയാ അതും നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ VRMS എത്രയാ? 200 വോൾട്ട് ആണ്. ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് 200 വോൾട്ട് ആണ് VRMS, അല്ലേ? സോഴ്സ് വോൾട്ടേജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? RMS വാല്യൂ ആണ് അവിടെ ഡയറക്റ്റ് പറയുന്നത്. സോ അതിന്റെ ഇംപെഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം രണ്ട് കാര്യങ്ങളുണ്ട്. കോയിൽ ഹാസ് ദ റെസിസ്റ്റൻസ് ഉണ്ട്, ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അറ്റ് 50 Hz ഫ്രീക്വൻസി. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എത്രയാണ്? 12 ആണ്. റെസിസ്റ്റൻസ് 30 ohm ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എത്രയാ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 20 ആണ് അറ്റ് ഒമേഗ ഈസ് ഈക്വൽ ടു 50. ഒമേഗ 50 ആണെങ്കിൽ 20 ohm ആണ്. 50 Hz ഫ്രീക്വൻസി ആണെങ്കിൽ 20 ohm ആണ്. ഓക്കെ, യെസ്, ആയിക്കോട്ടെ. ആക്ച്വലി what about the inductance of the coil? Inductance നമ്മൾ മനസ്സിലാക്കണം. So inductance, it is nothing but L omega. L omega is
is 20 when it is 50. So L is equal to 20 by omega. Omega is 2 pi 50. 2 pi by 50. So 10 by 5. Sorry, 50. 10 by 50 pi. So it is getting actually 1 by 5 pi. Okay. So ഇവിടെ നമുക്ക് ഇനി റിയാക്ടൻസ് കൊടുക്കാം അല്ലേ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൊടുക്കാം. ആക്ച്വലി ഇവിടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എത്രയാ? സോറി, ടോട്ടൽ ഇംപെഡൻസ് എത്രയാ വരിക? R plus 30 ohm plus L omega. L omega ഇവിടെ L എത്ര ആക്ച്വലി? 1 by 5 pi into omega is 2 pi into 100. How it is getting 2 pi 100? Linear frequency is 100 Hz. So omega will be 2 pi into linear frequency. Pi cancel. So it will 200 by 5. 200 by 5 etraya? It is just 40. So we are getting 200 by 30 plus 40. 30 plus 40. So it is actually it is 200 by 70. So 20 by 7. So ഇവിടെ 20 by 7 option ഇരിക്കുന്നുണ്ടോ? No options are there. So 20 by 7 ഓപ്ഷനിൽ ഇല്ല എങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് ആക്ച്വലി ഇതിൻ്റെ വാല്യൂ. ഓക്കെ, 20 by 7 ആംബിയർ വിൽ ബി ദ കറണ്ട് ത്രൂ ദ കോയിൽ. സോ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇയാളുടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമ്മൾ ആദ്യം എല്ലിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് തന്നത്? 50 ഹെർട്സിലെ റിയാക്ടൻസ് തന്നത്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എല്ലിന്റെ വാല്യൂ എടുത്തു നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷനിൽ ഇല്ലെങ്കിലും ഇതാണ് മെത്തേഡ്. സോ യു മേ ഫോളോ ദിസ് മെത്തേഡ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് F in vacuum is placed in a medium of refractive index 2. Its focal length in the medium is. അതായത് ഒരു കോൺകേവ് മിറർ അതിൻ്റെ ഫോക്കൽ ലെങ്ത് F ആണ് ഇൻ വാക്വം, പ്ലേസ്ഡ് ഇൻ എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2. ഇനി ആ മിറർ വേറൊരു മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഫോക്കൽ ലെങ്ത് F/2 ആവോ? ഇനി എഫ് തന്നെയായിരിക്കോ? 2F ആയിരിക്കോ? 4F ആയിരിക്കോ? സിമ്പിൾ ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോക്കൽ ലെങ്ത് ഇറ്റ് ഈസ് ഓൺലി ഡിപ്പെൻഡിങ് ഓൺ ദി റേഡിയസ് ഓഫ് കർവേച്ചർ. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞതാണ് റേഡിയസ് ഓഫ് കർവേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. സോ വേറെ ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതുകൊണ്ട് ഏത് മീഡിയത്തിലാണെങ്കിലും സെയിം ഫോക്കൽ ലെങ്ത് ആയിരിക്കും. സോ വി ക്യാൻ സേ ബി വിൽ ബി ദ ആൻസർ ഫോർ 32 question. So അടുത്തത് 33. An electron is projected as shown in the figure at a speed of 6 into 10 raised to 6 meter. 10 raised to 6 meter per second. And 6 into 10 raised to 6 ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 6 into 10 raised to 6 meter per second. So it is actually 6 into 10 raised to 6 meter per second. And at an angle 45 degrees given that given that E is equal to 200 volt per meter. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? 200 അല്ല 2000 volt per meter ആണ്. is directed upward. D is equal to 3 cm and L is equal to 10 cm. Then the electron will strike at upper plate, midpoint of the lower plate, opposite point of the lower plate, nowhere. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഇലാബറേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, 45 ഡിഗ്രിയിലാണ് ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? സ്വാഭാവികമായിട്ടും ഒരു ഇലക്ട്രോണിന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ സോ ഈ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും?
മൈനസ് ഇ ഇൻറ്റു ഇ ആയിരിക്കും അല്ലേ, മൈനസ് ഇ ഇൻറ്റു ഇ. സോ ദാറ്റ് മീൻസ് ദർ ഈസ് എ നെഗറ്റീവ് ഫോഴ്സ്, ദാറ്റ് മീൻസ് ഡയറക്റ്റഡ് ഡൗൺവേർഡ് അല്ലേ, ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിരിക്കും. ആ ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സിന്റെ ആക്സിലറേഷൻ എന്തായിരിക്കും, മൈനസ് ഇ ബൈ എം, സോറി ഇ ബൈ എം ഓഫ് ഇ, ദാറ്റ് ഈസ് മാസ് ഓഫ് ഇലക്ട്രോൺ. ക്ലിയർ ആണ്, മാസ് ഓഫ് ഇലക്ട്രോൺ. യെസ് യെസ് യെസ്. ഓക്കെ, ഇതാണ് ആക്ച്വലി ആക്സിലറേഷൻ. ആക്സിലറേഷൻ നെഗറ്റീവ് മീൻസ് ആക്സിലറേഷൻ ഈസ് ഡൗൺവേർഡ്സ്. അപ്പോൾ ഒരു 45 ഡിഗ്രിയിൽ ഒരു പാർട്ടിക്കിൾ ഇലക്ട്രോൺ പ്രൊജക്റ്റ് ചെയ്യുന്നു, അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഡൗൺവേർഡ് ആണ്. ഇറ്റ് ഈസ് റിസംബ്ലൻസ് വിത്ത് ദാറ്റ് ദ പ്രൊജക്ടൈൽ മോഷൻ അല്ലേ, നമ്മൾ നോർമൽ സാധാരണയുള്ള പ്രൊജക്ടൈൽ മോഷൻ പോലെയാണ് ഇവിടെ. കാരണം എന്താണ്, ആക്സിലറേഷൻ വെർട്ടിക്കലി ഡൗൺവേർഡ്, പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എൻ ആംഗിൾ അല്ലേ. ഇവിടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്രയാ, തീറ്റ ഈക്വൽ ടു 45 ആണ്. സോ മാക്സിമം റേഞ്ച് എന്തായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട് യു സ്ക്വയർ സൈൻ 2 theta by g അല്ലേ, യു സ്ക്വയർ സൈൻ 2 theta by g will be the maximum range. Then the maximum height എന്തായിരിക്കും, maximum height will be u square sin square theta by 2g. Okay, u square sin square theta by 2g. So where g, instead of g we can use acceleration here, we can use acceleration here because അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരുന്നു നമ്മൾ നോർമൽ സാധാരണ പ്രൊജക്ഷന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയത്. സോ ഇവിടെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് പകരം എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ആക്സിലറേഷൻ ആണ് അവിടെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് പകരം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ആക്സിലറേഷൻ. ഇവിടെ യു എത്രയാ, യു ഈസ് 6 ഇൻറ്റു അല്ലേ, നമ്മൾ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ യു ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 10⁻⁶ മീറ്റർ പെർ സെക്കൻഡ്. ദെൻ തീറ്റ 45 ഡിഗ്രി. ദെൻ എ യു വിൽ ഗെറ്റ് ഇ ബൈ എം ഇ. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എയുടെ വാല്യൂ കിട്ടും അല്ലേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്താണ്, ഇ ബൈ എം ഇ. മാസ് ഓഫ് ഇലക്ട്രോൺ ഒക്കെ നമ്മൾ കൊടുക്കണം, നിർബന്ധമാണ്, എങ്കിൽ മാത്രമേ നമുക്ക് ആക്ച്വലി വാല്യൂ കിട്ടുള്ളൂ. സോ ഇതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം റേഞ്ച് നമുക്ക് കിട്ടും. ഇറ്റ് ഈസ് ഗെറ്റിംഗ് 10 സെന്റിമീറ്റർ. ഞാനിവിടെ ഫുൾ കാൽക്കുലേഷൻ ഇവിടെ ചെയ്യുന്നില്ല. ഓക്കെ, ഇറ്റ് ഈസ് വെരി ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയും ലെങ്തി ക്വസ്റ്റ്യൻ ഒന്നും നമ്മൾ CUETക്ക് വരാതിരിക്കില്ല. കാരണം 1, 2, 3 ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, നിർബന്ധമാണ്. കാരണം നമ്മൾ സമയം മെനക്കെടുത്താൻ വേണ്ടിയിട്ട്, നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് അവിടെ കൊടുക്കുന്നത്. നമ്മൾ ഇതിലെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല ഈ ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്, നമ്മുടെ സമയം അവർക്ക് അപഹരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്, ഇത്തരം ലെങ്തി ക്വസ്റ്റ്യൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് സ്റ്റുഡൻ്റ് ആണെങ്കിലും 2-3 മിനിറ്റ് കൊണ്ടൊന്നും ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. 2 മിനിറ്റ് കൊണ്ട് എങ്ങനെയാലും കംപ്ലീറ്റ് ചെയ്യാമല്ലോ, മിനിമം 5 മിനിറ്റ് എടുക്കും അല്ലേ. അപ്പം മറ്റു 2 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയം നമുക്ക് അവിടെ നഷ്ടപ്പെടും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയല്ല. കാരണം ഇത്രയും ലെങ്തി ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത് നമുക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി മാത്രമുള്ള ക്വസ്റ്റ്യൻ അല്ല, ഇത് നമ്മുടെ സമയം മെനക്കെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ, സോ ഇതെല്ലാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 2-3-4 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സമയം ഉണ്ടെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. സിമ്പിൾ ലോജിക്കാണ് കാര്യങ്ങളൊക്കെ. സോ ഇവിടെ നമുക്ക് ആൻസർ ഏകദേശം കിട്ടും 2.5 സെന്റിമീറ്റർ എന്നാണ് കിട്ടുക ആക്ച്വലി. അപ്പം മാക്സിമം ഹൈറ്റ് 2.5ഉം ദെൻ മാക്സിമം റേഞ്ച് 10 സെന്റിമീറ്ററുമാണ് ഫൈനൽ ആൻസർ കിട്ടുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സോ ഈ ലെങ്ത് ഓഫ് ദ അടിയിലുള്ള ഈ ഒരു പോർഷന്റെ ലെങ്ത് എത്രയാണ്, 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ റിവേഴ്സ് ഇങ്ങോട്ട് വന്ന് വീഴും അല്ലേ. സോ അപ്പോൾ നമുക്ക് പറയാം എക്സാക്ട് ഓപ്പോസിറ്റ് ലോവർ പ്ലേറ്റിൽ വന്ന് ഹിറ്റ് ചെയ്യും അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യും. ഇതൊരു കാരണവശാലും എന്ത് ചെയ്യില്ല, അപ്പർ പ്ലേറ്റിൽ വന്ന് മുട്ടില്ല. കാരണം എന്താ, അപ്പർ പ്ലേറ്റിന്റെ ഹൈറ്റ് എത്രയാ, 3 സെന്റിമീറ്റർ ആണ്. പക്ഷേ ഇതിന്റെ മാക്സിമം ഹൈറ്റ് എത്രയാണ് കിട്ടുന്നത്, 2.5 സെന്റിമീറ്റർ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും അപ്പർ പ്ലേറ്റിൽ പോയി മുട്ടത്തില്ല. അപ്പോൾ ഓപ്ഷൻ സി വിൽ ബി റൈറ്റ്. സോ ഈ കാൽക്കുലേഷൻ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ, യെസ്. 34th question. In a circuit shown below,
all the resistance are equal, each equal to R. എല്ലാ റെസിസ്റ്റൻസും സെയിം ആണ്. എല്ലാ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്? ക്യാപിറ്റൽ R ആണ്. The equivalent resistance of the points, equivalent resistance between the points A and C, അല്ലെ, എയും ബിയും സിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. is ഇത് ഇത്തരത്തിലുള്ള സർക്യൂട്ടുകൾ നിങ്ങൾ പഠിക്കണം എപ്പോഴും. ഇവിടെ എ സി, അല്ലെ, എയും സിയും തമ്മിലുള്ള റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഈ രണ്ട് പോയിന്റിലുള്ള. ഇവിടെ ഏറ്റവും ബേസിക് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, ഇവിടെ ഒരു ഫോർ എക്സാമ്പിൾ ഇവിടെ സെയിം റെസിസ്റ്റൻസ് ആണല്ലേ, ഇവിടെയും ആർ റെസിസ്റ്റൻസ്, ഇവിടെയും ആർ റെസിസ്റ്റൻസ്, ഇവിടെയും ആർ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എല്ലായിടത്തും സെയിം ആയിരിക്കും. I1, I2, I3 എല്ലാം സെയിം ആയിരിക്കും. ഒരേ റെസിസ്റ്റൻസിലേക്ക് ഒരേ രീതിയിലുള്ള കറണ്ടാണ് ഫ്ലോ ചെയ്യുക. അപ്പം I ഇൻറ്റു ആർ, I1 ഇൻറ്റു ആർ. അപ്പോൾ ഇവിടെ എല്ലാ കേസിലും ഒരേ കറണ്ട് ആയതുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്യുന്നു I എന്ന് മാർക്ക് ചെയ്യുന്നു. ഇത് സിമ്പിൾ ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ലെ, ഇതൊരു സിമെട്രിക്കൽ സർക്യൂട്ടാണ്, എല്ലാം സിമെട്രിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് ഒരേ കറണ്ടാണ് ഫ്ലോ ചെയ്യുക. കാരണം എന്താ, ഇവിടെയുള്ള ഇവിടെയുള്ള റെസിസ്റ്റൻസും ആറാണ്, ഇവിടെയും ആറാണ്, ഇവിടെയും ആറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരേ കറണ്ട് ഫ്ലോ ചെയ്യും. ഒരേ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഒരേ കറണ്ട്, ഇനി ഡിഫറെൻറ്റ് റെസിസ്റ്റൻസ് ആണെങ്കിലോ ഡിഫറെൻറ്റ് കറണ്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരേ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഒരേ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം ഒരേ പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് ഇവിടെയും വരിക. അപ്പോൾ ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യലും ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യലും ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യലും സെയിം അല്ലേ. പൊട്ടൻഷ്യൽ അറ്റ് ബി വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ ഞാൻ കൊടുക്കുന്നു O എന്ന് കൊടുക്കുന്നു, പൊട്ടൻഷ്യൽ അറ്റ് O, ദെൻ പൊട്ടൻഷ്യൽ അറ്റ് ഡി വിൽ ബി സെയിം അല്ലേ. ഈ മൂന്ന് പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരേ പൊട്ടൻഷ്യൽ വരുമ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പൊ ഈ സർക്യൂട്ടിലൂടെ അല്ലെങ്കിൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല, അതേപോലെ ഇതിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ ആ 2 പോയിന്റ്സിൽ ഇടയിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യില്ല. പൊട്ടൻഷ്യോമീറ്റർ ഒക്കെ ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ സീക്വൻസ് എന്തായി മാറി, ഈ സർക്യൂട്ട് എന്തായി മാറി, ഈ 2 റെസിസ്റ്റൻസും ക്യാൻസൽ ആയി. അപ്പം ആറും അല്ലേ, 2R മുകളില്, ദെൻ അടിക്ക് സെന്ററിൽ R+R 2R വന്നു, ദെൻ ഏറ്റവും ഡിനോമിനേറ്റർ ഏറ്റവും താഴത്ത് വന്നു എന്ത് 2R അഗൈൻ അല്ലേ. എല്ലാം പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷൻ ആണെങ്കിൽ നമുക്ക് പറയാം parallel connection, so answer will be അല്ലേ. ഐഡന്റിക്കൽ സെൽസ് ആണെങ്കിൽ ഐഡന്റിക്കൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ R/N ആണ്. ഇവിടെ എന്താണ് 2R/N എത്രയാണ്, 3 സർക്യൂട്ട് ആണുള്ളത്, 2R/3. the resistance equivalent resistance എന്തായിരിക്കും, effective resistance will be 2R/3 ohm ആയിരിക്കും. ഏതാ ഓപ്ഷൻ ഉള്ളത്, 2R/3B. okay, yes. അടുത്ത ക്വസ്റ്റ്യൻ, the color code of a resistance in a given below. ഒരു റെസിസ്റ്റൻസിന്റെ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ടോളറൻസ് റെസ്പെക്റ്റീവ്ലി ആർ കൊടുത്തിട്ടുണ്ട്. വയലറ്റ്, യെല്ലോ, വയലറ്റ്, ബ്രൗൺ ആൻഡ് ഗോൾഡ്. ഗോൾഡ് ആണെങ്കിൽ നമുക്ക് പറയാം ഇത് +or-5. യെസ്. അപ്പം ഒന്നാമത്തെ ഒരു കാരണവശാലും വരില്ല. ഓക്കെ, ഒന്നാമത്തെ ഒരു കാരണവശാലും വരില്ല. ദെൻ വയലറ്റിന്റെ നമ്പർ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് B.B. Roy of Great Britain has very good wife അല്ലേ. യെസ്. B black 0, brown 1, red 2, orange 3, yellow 4, then green 5 അല്ലേ, blue 6, white 7, grey 8, വയലറ്റ് 9. ഓക്കെ, ഇവിടെ നോക്ക്, ഇവിടെ യെല്ലോ ആണ് ഫസ്റ്റ് വന്നത്, അപ്പൊ 4. വയലറ്റ് വെരി ഗുഡ് വൈഫ് അല്ലേ, അല്ലേ. B.B. Roy of Great Britain has very good wife. വൈറ്റ് ആണ് ലാസ്റ്റ്, വെരി ഗുഡ് 7. വയലറ്റ് വരുമ്പം 7. ഓക്കെ, ബ്രൗൺ എന്താണ് 1. ഈ തേർഡ് ബാൻഡ് എന്തിനു വേണ്ടിയിട്ടാണ്, 10ന്റെ പവർ ആണ്. 10ന്റെ പവർ 10⁻⁴. 47 × 10⁻⁴, that means 4
7 0 പ്ലസ് ഓർ മൈനസ് 5. ഏതാ വരുന്നത്? ഓപ്ഷൻ സി വിൽ ബി റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. 2 large parallel planes charged uniformly. 2 large parallel planes, വളരെ bigger planes, charged uniformly with the surface charge densities sigma and minus sigma are located as shown in the figure. Which of the following graphs shows the variation of electric field along the line perpendicular to the plane? So ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, സോറി അല്ലേ, ലൈൻ എ ബി ആണ്. ഈ എ ബിയുടെ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. സോ നമുക്കറിയാം, ഒരു ഇൻഫിനിറ്റ്ലി ലോങ് പ്ലെയിൻ ആണെങ്കിൽ അതിന്റെ σ/2 ε0 ആണ് ഇലക്ട്രിക് ഫീൽഡ്. σ/2 ε0. ഓക്കെ, മൈനസ് ആണെങ്കിൽ മൈനസ്, പ്ലസ് ആണെങ്കിൽ പ്ലസ്. ഇവിടെ നോക്ക്, ഇവിടെ σ/2 ε0 വരും. സോ ഈ പ്ലേറ്റ് കാരണം മൈനസ് σ/2 ε0 വരും. സോ രണ്ടും കൂടി ക്യാൻസൽ, 0. ഇവിടെയും അതേപോലെ അല്ലേ, σ/2 ε0 അതേപോലെ മൈനസ് σ/2 ε0 രണ്ടും കൂടി ക്യാൻസൽ ചെയ്തു, 0. ഇവിടെ സെൻട്രൽ എന്ത് സംഭവിക്കും? σ/2 ε0 അല്ലേ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കണേ, പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അപ്പോൾ σ/2 ε0 പ്ലസ് σ/2 ε0 ആണ് വരിക. കാരണം എന്താ? ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഒന്ന് പുറത്തോട്ട് ഒന്ന് ഉള്ളിലോട്ട്. കാരണം എന്താ? നെഗറ്റീവ് ഫീൽഡ് കാരണം ഉള്ളിലോട്ടും ദെൻ പോസിറ്റീവ് ഫീൽഡ് കാരണം പുറത്തോട്ടും. ഇവിടെയാണെങ്കിലോ നെഗറ്റീവ് ഫീൽഡ് കാരണം ഉള്ളിലോട്ടും പോസിറ്റീവ് ഫീൽഡ് കാരണം പുറത്തോട്ടും. ക്ലിയർ? സോ അപ്പോൾ രണ്ടിനും ഒരേ മാഗ്നിറ്റ്യൂഡാണ്, അപ്പോൾ ക്യാൻസൽ ചെയ്തു പോകും. രണ്ടിനും ഒരേ മാഗ്നിറ്റ്യൂഡ് വരുമ്പോൾ ക്യാൻസൽ ചെയ്തു പോകും. ഇവിടെയാണെങ്കിലോ ഈ പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണം പുറത്തോട്ട് അല്ലെ, ഇങ്ങോട്ട് ഡയറക്ഷൻ, നെഗറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂഷനും അതേ ഡയറക്ഷനിൽ തന്നെയാണ്. സോ നെഗറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും അതേ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. സോ വാട്ട് വിൽ ഹാപ്പൻസ് അല്ലെ, ഇലക്ട്രിക് ഫീൽഡ് രണ്ടും ഒരേ ഡയറക്ഷനിൽ. സോ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? σ/2 ε0 പ്ലസ് σ/2 ε0. സോ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ σ/ε0 ഇതായിരിക്കും സെന്ററിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് പ്ലെയിനിന്റെയും രണ്ട് അറ്റങ്ങളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ദെൻ ഇൻ ബിറ്റ്വീൻ ദ പ്ലെയിൻസ് ഓർ പ്ലേറ്റ്സ് എന്താ വരിക? ഇലക്ട്രിക് ഫീൽഡ് σ/ε0. അറ്റങ്ങളിൽ 0 ഏതാ വരുന്നത്? ഇവിടെ 0 അല്ലേ, ഇവിടെ രണ്ടിടത്തിലും അറ്റങ്ങളിൽ 0. സോ ഓപ്ഷൻ ബി വിൽ ബി റൈറ്റ്. ഓക്കെ, യെസ്. If a charged particle is projected perpendicular to a uniform magnetic field, then it revolves in a circular path. Its kinetic energy, its kinetic energy remains constant. Its momentum remains constant. Its path is spiral. Look, ഒരു charged particle is projected perpendicular to the magnetic field. So that means velocity of charge particle magnetic field perpendicular ആണെങ്കിൽ നമുക്കറിയാം സർക്കുലർ പാത്ത് ആണ്. സംശയമില്ല, സർക്കുലർ പാത്ത് ആണ്, പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ റൈറ്റ്. ഇറ്റ്സ് കൈനറ്റിക് എനർജി റിമൈൻസ് കോൺസ്റ്റന്റ്. കൈനറ്റിക് എനർജി റിമൈൻസ് കോൺസ്റ്റന്റ് ആണോ അല്ലേ? സ്പീഡ് റിമൈൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എനർജിയും കൈനറ്റിക് എനർജിയും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം ബിയും റൈറ്റ് ആണ്. പക്ഷെ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കോ? ഇല്ല. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിലും വെലോസിറ്റി ചേഞ്ചിങ് ആണ്. കാരണം ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പം അപ്പോൾ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ഒരു കാരണവശാലും കോൺസ്റ്റന്റ് ആവില്ല. സ്കേലാർ ക്വാണ്ടിറ്റി ആയ കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. സോ പാത്ത് സ്പൈറൽ ആണോ? പാത്ത് സർക്കുലർ ആണ്. സോ എ ആൻഡ് ബി ഈസ് റൈറ്റ്. എ ആൻഡ് ബി ഈസ് ട്രൂ. സോ ദെൻ നെക്സ്റ്റ് നോ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിൽ 2-3 ക്വസ്റ്റ്യൻസ് നമുക്കൊരു ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ടായിരുന്നു. സോ ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. സോ ഇനി നമുക്കറിയാം, നിങ്ങൾ
ഇനി മുതൽ അങ്ങോട്ട് ഈ വർഷം മുതൽ അങ്ങോട്ട് CUET എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ അപ്പിയർ ചെയ്യാൻ പോകുന്ന എക്സാമാണ്. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും ഒരേ ഒരു എക്സാം. അപ്പോൾ നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഈ എക്സാം നമുക്ക് ബുദ്ധിമുട്ടായി തോന്നാൻ പാടില്ല. ഈ എക്സാം കാരണം നമുക്ക് പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അഡ്മിഷൻ കിട്ടുന്നത് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പ്രപ്പോയ്സ് അതിന് ആ ഒരു ഡിഫിക്കൽട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബിഗ് ടീം, ഒരു ഹ്യൂജ് ആൻഡ് സൂപ്പർ പവർഫുൾ ടീം പ്രപ്പോയ്സിൻ്റെ കൂടെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾക്ക് CUETയുടെ കോച്ചിങ് തരാൻ വേണ്ടിയിട്ട്. സോ അവിടെ നിങ്ങൾക്കറിയാം അടിപൊളി ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നല്ല നോട്ട്സും കാര്യങ്ങളും ടെസ്റ്റും കാര്യങ്ങളും സകലൊന്നും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്കറിയാം ലൈവ് സീരീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രപ്പോയ്സിൻ്റെ ചാനൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ എടുത്ത് നോക്കിയാൽ ഡെയിലി 3-4 വിഷയങ്ങൾ, 2-3 വിഷയങ്ങൾ, മിനിമം 2-3 വിഷയങ്ങളുടെയെങ്കിലും ലൈവ് സീരീസ് അവിടെ നടന്നിരിക്കും അല്ലേ. ഹ്യൂമാനിറ്റീസ് ആൻഡ് സയൻസ്, അതേപോലെ ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് എന്ന് വെക്കേണ്ട ക്വാണ്ടിറ്റേറ്റീവ് മാത്തമാറ്റിക്സ് എന്ന് വെക്കേണ്ട എല്ലാ മേഖലകളും പ്രപ്പോയ്സ് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് CUETക്ക് വേണ്ട എല്ലാ പ്രിപ്പറേഷന് വേണ്ട എല്ലാ സൗകര്യങ്ങളും പ്രപ്പോയ്സ് നൽകുന്നുണ്ട്. ഈ പ്രപ്പോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്നല്ലേ അല്ലേ? സെൻട്രൽ യൂണിവേഴ്സിറ്റി, വിവിധങ്ങളായ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നും IITയിൽ നിന്നും IIMൽ നിന്നൊക്കെ ഗ്രാജുവേറ്റഡും അതേപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റഡുമായ ഒരു പറ്റം എനർജറ്റിക് പീപ്പിൾസ് ആണ് ഈ പ്രപ്പോയ്സിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രപ്പോയ്സിൽ നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു മടിയും വേണ്ട. സോ നിങ്ങൾക്ക് CUET ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്, വൺ ഓഫ് ദി സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, യു ക്യാൻ ജോയിൻ ഇമ്മീഡിയറ്റ്ലി ടു ദ പ്രപ്പോയ്സ്. സോ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. സോ വേണ്ട കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്കറിയാം പ്രപ്പോയ്സ് പക്ഷെ നിങ്ങൾ അറിയില്ലെങ്കിലും സോ കഴിഞ്ഞ 2-3 വർഷമായി പ്രപ്പോയ്സ് ഇവിടെ ഉണ്ട് അല്ലേ. ഈ CUETക്ക് മുമ്പ് CUCET ആയിരുന്നു അല്ലേ. കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റ് മുമ്പ് വേറൊരു രീതിയിലായിരുന്നു. എന്ത് CUCET എന്നുള്ളതായിരുന്നു. ആ എൻട്രൻസ് ടെസ്റ്റിനൊക്കെ ഒരുപാട് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കോഴ്സും കാര്യങ്ങളും കോച്ചിങ്ങും ഒക്കെ ഇവിടെ പ്രപ്പോയ്സ് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിലൂടെ ഒരുപാട് കുട്ടികൾ അല്ലേ, 100 കണക്കിന് 100-ൽ പരം അല്ലെങ്കിൽ 100 കണക്കിന് കുട്ടികൾ നമ്മുടെ വിവിധങ്ങളായ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതേപോലെ ഭാവിയിൽ അല്ലെങ്കിൽ അടുത്ത വർഷം കമ്മിങ് ഇയറിൽ നിങ്ങൾക്കും അതേപോലെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻ്റായി മാറാൻ, അവിടെയുള്ള വൈബ് ആസ്വദിക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് പ്രപ്പോയ്സ് സുസജ്ജമാണ്. സോ യു ക്യാൻ ജോയിൻ ടു ആസ് ഏർലിയസ് അല്ലേ. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രപ്പോയ്സിലേക്ക് ജോയിൻ ചെയ്യാം. സോ അടിച്ച് പൊളിക്കാം നമുക്ക്. യെസ്, ഓക്കെ, താങ്ക് യു.